19ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെയും ലോകമെമ്പാടും പരക്കെ ഉണ്ടായിരുന്ന വിശ്വാസം ഈ ഭൂതലത്തിലുള്ള സകല ചരാചരങ്ങളെയും ഒരൊറ്റ സ്രഷ്ടാവ് പണ്ടേ പടച്ചുവിട്ടതാണ് എന്നായിരുന്നു. 1831 ഡിസംബർ 27-ാം തീയതി ഇംഗ്ലണ്ടിൽ നിന്ന് HMS ബീഗിൾ എന്ന പര്യവേഷണ കപ്പലിൽ കയറി 22-കാരനായ ഒരു കോളേജ് വിദ്യാർത്ഥി ഒരു യാത്ര പുറപ്പെട്ട നിമിഷം തൊട്ട് ഈ ലോകത്ത് അന്നോളം പുലർന്നിരുന്ന വിശ്വാസങ്ങളുടെ എല്ലാം അടിത്തറയ്ക്ക് ഇളക്കം തട്ടി തുടങ്ങി. അടുത്ത 5 വർഷക്കാലം ആ യുവാവ് തെക്കേ അമേരിക്കയിലെ പല ഭൂപ്രദേശങ്ങളിലായി തുടർച്ചയായി നിരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തി. കണ്ടതും കേട്ടതുമെല്ലാം അയാൾ കടലാസിൽ പകർത്തി. കിട്ടിയ സാമ്പിളുകളെല്ലാം ശേഖരിക്കുകയും ചെയ്തു. 5 വർഷത്തിനിപ്പുറം നാട്ടിലേക്ക് മടങ്ങിയെത്തിയ ആ യുവാവ് ഈ കണ്ടെത്തലുകളെല്ലാം ചേർത്തു വെച്ചുകൊണ്ട് തുടർ പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തി. പിന്നെയും 2 പതിറ്റാണ്ടുകൾക്കപ്പുറം തന്റെ നിരീക്ഷണങ്ങളും വിശകലനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അയാൾ ഒരു ബൃഹത് പുസ്തകം രചിച്ചു. ആ കൃതി അന്നോളം ലോകം സത്യമെന്ന് ധരിച്ച് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ദൈവമെന്ന സൃഷ്ടാവിനെ തള്ളിപ്പറയുന്ന ഒന്നായിരുന്നു. മതമേധാവിത്വത്തിനെതിരെ ശബ്ദിക്കുന്നവരുടെ ജീവൻ പോലും അപകടത്തിലായിരുന്ന അക്കാലത്ത് അയാൾ ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ പ്രകടിപ്പിച്ച ധീരത ചെറുതൊന്നുമല്ലായിരുന്നു. ആ യുവാവിന്റെ പേര് ചാൾസ് റോബർട്ട് ഡാർവിൻ. ജീവജാതികളുടെ പരിണാമത്തെക്കുറിച്ച് അന്നോളമുള്ള ധാരണകളെയെല്ലാം തിരുത്തി കുറിച്ച ആ പുസ്തകത്തിന്റെ പേര് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഈ പുസ്തകം സ്വാഭാവികമായും അന്നത്തെ പൗരോഹിത്യത്തെ അരിശം കൊള്ളിച്ചു. ആ എതിർപ്പുകൾ വകവയ്ക്കാതെ ഡാർവിൻ വീണ്ടും അതേ മേഖലയിൽ തന്നെ തുടർ ഗവേഷണങ്ങൾ നടത്തി. പുസ്തകങ്ങൾ വേറെയും നിരവധി രചിച്ചു. ഒറിജിൻ ഓഫ് സ്പീഷീസിൽ പരിണാമം എന്നൊരു വാക്ക് ഡാർവിൻ ഒരിടത്തു പോലും പ്രയോഗിച്ചിട്ടില്ല. എന്നിട്ടും ഇന്ന് നമ്മുടെ നാട്ടിലെ ഏതൊരു സ്കൂൾ വിദ്യാർത്ഥിയോടും ഇവല്യൂഷൻ എന്നൊരു വാക്കു പറഞ്ഞാൽ അവർ തിരികെ പറയുന്ന പേര് അദ്ദേഹത്തിന്റെ തന്നെയാകും. സൗരയൂഥത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഭൂമിയെ മാറ്റാൻ വേണ്ടി കോപ്പർനിക്കസ് എടുത്ത അതേ പണിയാണ് പരിണാമത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് മനുഷ്യ പ്രജാതിയെ മാറ്റാൻ വേണ്ടി ചാൾസ് ഡാർവിൻ എടുത്തത്. ഈ 2 ജീനിയസുകളും ചേർന്ന് തങ്ങളുടെ വിപ്ലവകരമായ ആശയങ്ങൾ കൊണ്ട് അന്നുവരെ നിലനിന്നിരുന്ന അബദ്ധധാരണകളെ കുടഞ്ഞു കളഞ്ഞത് ശാസ്ത്രലോകത്തിന് ഒരു പുത്തൻ ഉണർവ് തന്നെ പകർന്നു. പരിണാമം എന്ന സങ്കല്പത്തിന് ശാസ്ത്രലോകത്ത് നിയതമായ ഒരു അടിത്തറ പണിയുന്നതിന് ചാൾസ് ഡാർവിൻ നൽകിയ സംഭാവനകൾ കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ആ ജീവിതത്തെയും അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളെയും കൃതികളെയും കുറെ കൂടി ആഴത്തിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. സൃഷ്ടിയുടെ സകല രഹസ്യങ്ങളും ദൈവത്തിങ്കലെന്ന് ധരിച്ചു വശായിരുന്ന 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അടങ്ങാത്ത കുതൂഹലം മാത്രം കൈമുതലാക്കി ചാൾസ് ഡാർവിൻ എന്ന 22-കാരൻ നടത്തിയ അത്യസാധാരണമായ കപ്പൽ യാത്രകളുടെ കഥ. പര്യവേക്ഷണത്തിൽ പലപ്പോഴായി നടത്തിയ നിരീക്ഷണങ്ങളുടെയും ശേഖരിച്ച സാമ്പിളുകളിൽ നടത്തിയ പരീക്ഷണങ്ങളുടെയും ബലത്തിൽ അന്നോളമുള്ള വിശ്വാസ പ്രമാണങ്ങളുടെ എല്ലാം കടക്കൽ കത്തിവെക്കും വിധത്തിൽ ഡാർവിൻ മുന്നോട്ട് വെച്ച വിപ്ലവകരമായ സിദ്ധാന്തങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. വല്ലാത്തൊരു കഥയുടെ നിലനിൽപ്പിനായി യൂട്യൂബ് മെമ്പർഷിപ്പ് സംവിധാനം ആരംഭിച്ച കാര്യം പറഞ്ഞിരുന്നല്ലോ. ജോയിൻ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നന്ദി. ചാനലിൻ്റെ സബ്സ്ക്രൈബർമാരിൽ തീരെ ചെറിയ ശതമാനം മാത്രമാണ് ഇതുവരെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. കൂടുതൽ ആളുകളിലേക്ക് ഈ ശ്രമം എത്തിക്കാനും ഈ സ്വതന്ത്ര സംരംഭത്തിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അതിജീവനം ഉറപ്പിക്കാനുമായി പ്രിയപ്പെട്ടവരുടെ സഹകരണം ഇനിയും ആവശ്യമുണ്ട്. മെമ്പർഷിപ്പ് എടുക്കാൻ ബാക്കിയുള്ളവർ ഈ ദൗത്യത്തിൻ്റെ ഭാഗമാകണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കണക്ക് കൂടി നിങ്ങളുടെ അറിവിലേക്കായി പങ്കുവെക്കട്ടെ. നമ്മുടെ ചാനലിലെ വല്ലാത്തൊരു കഥയടക്കം പരിപാടികൾ കാണുന്നവരിൽ പകുതി മാത്രമേ നിലവിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ? എന്നാൽ അതാണ് വാസ്തവം. ബാക്കി 50% പേര് കൂടി ഈ ചാനലിലെ സബ്സ്ക്രൈബർമാരാകുകയും നിങ്ങൾക്ക് പരിചയമുള്ളവരിലേക്ക് കൂടി പങ്കുവെച്ച് കൂടുതൽ പേരെ ഈ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ കൂടുതൽ പേർ ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയായി മാറിയാലാണ് കൂടുതൽ മെച്ചപ്പെട്ട കഥകൾ ഏറ്റവും ഇൻഡിപെൻഡൻ്റായി ബയസുകളൊന്നും കൂടാതെ നിങ്ങളിലേക്ക് എത്തിക്കാനാവൂ. മെമ്പർഷിപ്പിനോടൊപ്പം സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിലും നിങ്ങൾ ഓരോരുത്തരുടെയും സജീവമായ പങ്കാളിത്തം ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇംഗ്ലണ്ടിൽ വ്യവസായ വിപ്ലവം ആരംഭിച്ചത് 1760-നും 1790-നും ഇടയിലാണ്. നീരാവി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെ സാങ്കേതിക വിദ്യയുടെ പുതുകാഹളം മുഴങ്ങി. ശാസ്ത്രത്തിലും യന്ത്രങ്ങളിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു. അതേ പശ്ചാത്തലത്തിൽ തന്നെ അരങ്ങേറിയ 2 മഹാസംഭവങ്ങളാണ് 1776-ലെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും 1789-ലെ ഫ്രഞ്ച് വിപ്ലവവും. അങ്ങനെ ആകെ സംഭവബഹുലമായ ഒരു ചരിത്ര സന്ധിയിൽ 1809 ഫെബ്രുവരി 12-ാം തീയതി ലണ്ടനിൽ നിന്ന് ഏതാണ്ട് 150 മൈൽ വടക്ക് പടിഞ്ഞാറായി വെൽഷ് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഷ്രോപ്ഷയർ പട്ടണത്തിലെ ഷ്രൂസ്ബറിയിൽ ദ മൗണ്ട് എന്ന് പ്രസിദ്ധമായൊരു മാളികയിലാണ് ചാൾസ് റോബർട്ട് ഡാർവിൻ ജനിക്കുന്നത്. ചാൾസിന്റെ പിതാമഹൻ എറാസ്മസ് ഡാർവിൻ സാമാന്യം നല്ല പ്രാക്ടീസുള്ള ഒരു ബിഷഗ്വരനും പ്രകൃതിശാസ്ത്ര കുതുകിയും സാഹിത്യകാരനും ഒക്കെയായിരുന്നു.
ഈ എറാസ്മസ് ഡാർവിൻ്റെ മകനായ ഡോക്ടർ റോബർട്ട് ഡാർവിൻ്റെയും പത്നി സൂസന്ന ഡാർവിൻ്റെയും 6 മക്കളിൽ 5ാമനായിട്ടാണ് ചാൾസ് ഡാർവിൻ ജനിക്കുന്നത്. സദാ രോഗാതുരയായിരുന്ന അമ്മ സൂസന്ന ചാൾസിന്റെ 8ാം വയസ്സിൽ പെരിട്ടോണൈറ്റിസ് മൂർച്ഛിച്ച് മരിച്ചുപോയി. അതിനുശേഷം ചാൾസിനെ വളർത്തിയത് അച്ഛനും 3 ചേച്ചിമാരും ചേർന്നാണ്. 8 വയസ്സുവരെ അവനെ വീട്ടിലെത്തി പഠിപ്പിക്കുന്നത് സഹോദരി കരോളിനാണ്. ചാൾസ് ഡാർവിൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ വിവരങ്ങൾ നമുക്ക് ജാനറ്റ് ബ്രൗൺ എഴുതിയ ചാൾസ് ഡാർവിൻ വോയേജിംഗ് എന്ന ജീവചരിത്ര പുസ്തകത്തിൽ കാണാനാകും. അതിൽ ജാനറ്റ് ബ്രൗൺ വീട്ടിലിരുന്നുള്ള പഠിത്തത്തിന്റെ ബോറടി മാറ്റാൻ എന്ന വണ്ണം ചാൾസ് ചില ഒറ്റയാൾ കളികളിൽ ഏർപ്പെട്ടിരുന്നതായിട്ട് പറയുന്നുണ്ട്. ഒരു പ്രകൃതി സ്നേഹിയായിട്ടുള്ള അവൻ്റെ അച്ഛൻ റോബർട്ട് വീട്ടിൽ പലതരം കൗതുക വസ്തുക്കളുടെ ഒരു ശേഖരം ഉണ്ടാക്കിയിരുന്നു. സ്റ്റഫ് ചെയ്ത മൃഗങ്ങൾ, പക്ഷികൾ, പഴയ എല്ലുകൾ എന്നിങ്ങനെ പലതും ആ വലിയ മാളികയിൽ പലയിടത്തായിട്ട് പ്രദർശിപ്പിച്ചിരുന്നു. വീടിനോട് ചേർന്ന് ഒരു ഗ്രീൻ ഹൗസ് ഉണ്ടാക്കി അതിൽ റോബർട്ട് പലയിനം ചെടികളും വളർത്തിയിരുന്നു. അച്ഛൻ്റെ ഈ സവിശേഷമായ താല്പര്യങ്ങളും അവയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരുക്കിയ പരിസരവും ചാൾസിൽ പ്രകൃതി ചരിത്രം, ജീവശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ നന്നേ ചെറുപ്പം തൊട്ട് തന്നെ അഗാധമായിട്ടുള്ള താല്പര്യം ജനിപ്പിക്കുന്നു. ജീവശാസ്ത്രപരമായിട്ടുള്ള മാതൃകകൾ ശേഖരിക്കുന്നതിൽ മകനും അച്ഛനും ഒരുപോലെ ഉത്സാഹം കാട്ടി. കക്കകൾ, പാറക്കഷ്ണങ്ങൾ എന്നുവേണ്ട പലയിനം പക്ഷികളുടെ മുട്ടകൾ വരെ പെറുക്കിയെടുത്ത് അവരിരുവരും വീട്ടിൽ കൊണ്ടുവരും. കുട്ടിക്കാലത്ത് ചാൾസിന് സ്കൂളിൽ പോകാൻ ഇഷ്ടമേ അല്ലായിരുന്നു. ക്ലാസ് മുറിയിലെ അധ്യാപകരുടെ പ്രകടനത്തിൽ അവൻ ഒട്ടും സംതൃപ്തനല്ലായിരുന്നു എന്നത് തന്നെയാണ് കാരണം. കൃത്യമായി മനസ്സിലാക്കാൻ പോലും ശ്രമിക്കാതെ എന്തൊക്കെയോ വീണ്ടും വീണ്ടും പഠിപ്പിക്കുന്നവർ എന്നായിരുന്നു അന്നവൻ സ്കൂളിലെ ടീച്ചർമാരെ കുറിച്ച് ധരിച്ചു വച്ചിരുന്നത്. എന്തായാലും ടീച്ചർമാരെ വലിയ മതിപ്പില്ലായിരുന്നതുകൊണ്ട് സംശയങ്ങൾ സ്വയം തീർക്കാനും പരമാവധി പുസ്തകങ്ങൾ തപ്പിപ്പിടിച്ച് വായിച്ചും കാര്യങ്ങൾ സ്വയം പഠിച്ചെടുക്കാനും ഡാർവിൻ ശീലിച്ചു. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ യൂറോപ്യൻ സ്കൂൾ സിലബസുകളിൽ പലതും ലാറ്റിനിലും ഗ്രീക്കിലുമായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ചാൾസിനാണെങ്കിൽ ഭാഷ പഠിക്കാൻ ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഹൈസ്കൂൾ കാലം കഴിയുന്നതുവരെയും ചാൾസ് ഡാർവിൻ അവൻ്റെ സ്കൂളിൽ അറിയപ്പെട്ടിരുന്നത് ഒരു ശരാശരി വിദ്യാർത്ഥി എന്ന് മാത്രമാണ്. ഡാർവിൻ്റെ അച്ഛൻ ഒരു ഡോക്ടറാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മകനും തൻ്റെ പാത പിന്തുടർന്ന ഒരു ബിഷഗ്വരനാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയ ഒടുവിൽ 1825 തൻ്റെ 16ാം വയസ്സിൽ ചാൾസ് എഡിൻബ്ര സർവകലാശാലയിലെ മെഡിക്കൽ സ്കൂളിൽ എൻറോൾ ചെയ്യുന്നു. മെഡിസിൻ കോഴ്സിൻ്റെ 1ാം വർഷത്തിൽ തന്നെ ചാൾസ് ഒരു ഡോക്ടറാകാനുള്ള എല്ലാ സാധ്യതകളും ഇല്ലാതാക്കിയ 2 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി. ഒന്നാമത്തേത് ഒരു ശസ്ത്രക്രിയയുടെ നേരിട്ടുള്ള നിരീക്ഷണമായിരുന്നു. അനസ്തീഷ്യയൊക്കെ കണ്ടുപിടിക്കുന്നതും പ്രൊഫഷണലായിട്ട് അത് ആശുപത്രികൾ ഉപയോഗിച്ച് തുടങ്ങുന്നതുമൊക്കെ 20ാം നൂറ്റാണ്ടോടുകൂടിയാണ്. ഡാർവിൻ മെഡിക്കൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് രോഗികളെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത് മയക്കാതെയായിരുന്നു. അങ്ങനെ ഒരു ചെറിയ കുട്ടിയുടെ മേൽ പച്ചയ്ക്ക് സർജറി ചെയ്യുന്നത് ഒരിക്കൽ അദ്ദേഹത്തിന് നേരിട്ട് കാണേണ്ടി വന്നു. ആ ദൃശ്യം കണ്ടു ഭയന്ന് ഡാർവിൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടുക വരെ ഉണ്ടായി. വേദന കൊണ്ട് പൊളയുന്ന ആ കുട്ടിയുടെ നിലവിളികൾ തുടർന്നുള്ള ദിവസങ്ങളിലും അദ്ദേഹത്തിന് ഉറക്കം കെടുത്തി. രണ്ടാമത്തെ കാര്യം അനാട്ടമി ലാബിൽ ശവശരീരങ്ങൾ കീറി മുറിക്കേണ്ടി വന്നു എന്നതാണ്. എന്തായാലും ഈ ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അധികം വൈകാതെ പഠനം പാതി വഴി നിർത്തി ചാൾസ് ഡാർവിൻ മെഡിക്കൽ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആകുന്നു. ഈ എഡിൻബ്ര സർവകലാശാലയിലെ മെഡിക്കൽ പഠനകാലത്ത് ഡാർവിൻ പ്ലിനിയൻ സൊസൈറ്റി എന്ന ക്ലബിൽ അംഗമായിരുന്നു. നിരന്തരം ശാസ്ത്രീയ ചർച്ചകൾ നടത്തുന്ന ഒരു സംഘമായിരുന്നു അത്. ആ ചർച്ചകൾക്കിടയിൽ ഡാർവിൻ സ്കോട്ടിഷ് നാച്ചുറലിസ്റ്റ് ആയിട്ടുള്ള പ്രൊഫസർ റോബർട്ട് എഡ്മണ്ട് ഗ്രാൻഡിനെ പരിചയപ്പെടുകയും അവർക്കിടയിൽ ഒരു മെന്റർ സ്റ്റുഡന്റ് ബന്ധം വളരുകയും ചെയ്തിരുന്നു. ഡാർവിന് അധികം വൈകാതെ മറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സിന്റെ നിരീക്ഷണങ്ങളിൽ പ്രൊഫസർ ഗ്രാൻഡിനെ സഹായിക്കാനും ഒരു അവസരം സിദ്ധിച്ചു. ഗ്രാൻഡ് ആവട്ടെ ഡാർവിന്റെ മുത്തച്ഛനും പ്രകൃതിശാസ്ത്രജ്ഞനുമായിരുന്ന എറാസ്മസ് ഡാർവിന്റെ സുനോമിയ എന്ന പുസ്തകം വായിക്കുകയും അതിൽ അതീവ താല്പര്യം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. എന്നാൽ പിന്നീട് മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമല്ലാത്ത സ്ഥിതിയിലേക്ക് പോയി. 1827 തൻ്റെ ചില കണ്ടുപിടുത്തങ്ങൾ പ്ലിനിയൻ സൊസൈറ്റിയുടെ ഒരു മീറ്റിംഗിൽ അവതരിപ്പിച്ച ഡാർവിൻ അത് 3 ദിവസങ്ങൾക്ക് മുമ്പ് മാത്രം ഗ്രാൻഡ് അവതരിപ്പിച്ച കാര്യം മനസ്സിലാക്കുകയും അതിൽ നിരാശനാവുകയും പിന്നീട് അവർക്കിടയിൽ അതൊരു അകൽച്ചയ്ക്ക് കാരണമാവുകയും ചെയ്തു. മെഡിക്കൽ പഠനം പാതി വഴി ഉപേക്ഷിച്ച ശേഷം 1827 കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ക്രൈസ്റ്റ് കോളേജിൽ ചേർന്ന് ഡാർവിൻ തൻ്റെ പഠനം വീണ്ടും പുനരാരംഭിച്ചു. അത് ശരിക്കും ക്രിസ്തീയ പുരോഹിതന്മാർക്കുള്ള ഒരു ബിരുദ പഠന കേന്ദ്രമായിരുന്നു. ദൈവശാസ്ത്രവും ലാറ്റിൻ ഗ്രീക്ക് ക്ലാസിക്കുകളും തത്വശാസ്ത്രവും ഒക്കെ ആയിരുന്നു അവിടുത്തെ സിലബസ് എങ്കിലും കേംബ്രിഡ്ജിൽ നിന്ന് ഡാർവിൻ സ്വന്തം താല്പര്യപ്രകാരം അനൗപചാരികമായി പ്രകൃതിശാസ്ത്രവും ജിയോളജിയും സസ്യശാസ്ത്രവും ഒക്കെ പഠിച്ചെടുക്കുന്നുണ്ട്. എഡിൻബ്രയിൽ നിന്ന് വിപരീതമായിട്ട് അടിച്ചുപൊളിക്കലൊന്നും അവിടെ നടക്കില്ലായിരുന്നു. അത്ര കർക്കശമായ നിയമങ്ങൾ നിലനിന്നിരുന്ന ആ കോളേജിൽ പരീക്ഷകൾ കഷ്ടിച്ച് പാസ്സാവുന്ന ഒരു ശരാശരി വിദ്യാർത്ഥി മാത്രമായിരുന്നു ചാൾസ്. കേംബ്രിഡ്ജിലെ അക്കാദമിക ജീവിതം അദ്ദേഹത്തിന് അറുമുഷിപ്പനായി തോന്നി. ആ ബോറടി അല്പമെങ്കിലും കുറയ്ക്കാൻ വേണ്ടി അദ്ദേഹം കണ്ടെത്തിയ വഴി എൻഡമോളജി അഥവാ ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനമായിരുന്നു. വണ്ടുകളെ ശേഖരിക്കലായിരുന്നു അക്കാലത്തെ അദ്ദേഹത്തിന്റെ പ്രധാന ഹോബി. ഒരിക്കൽ അദ്ദേഹം അസാധാരണമെന്ന് തോന്നിയ 2 വണ്ടുകളെ പിടികൂടുന്നു. ഒരു പഴയ മരത്തിന്റെ തൊലിക്ക് അടിയിൽ നിന്നാണ് അദ്ദേഹം അവയെ പിടികൂടുന്നത്. ഒരെണ്ണം ഒരു ക്രൂസിഫിക്സ് ബീറ്റിൽ, മറ്റേത് ഒരു ബൊമ്പാഡിയർ ബീറ്റിൽ. രണ്ടും അപൂർവ ഇനം വണ്ടുകളാണ്.
രണ്ടിനെയും ഒരുമിച്ച് പിടിക്കാൻ പ്രയാസമായിരുന്നതുകൊണ്ട് ഒരെണ്ണത്തിന് പിടിച്ച് വായിലിട്ടുകൊണ്ടാണ് രണ്ടാമത്തേതിനെ അദ്ദേഹം പിടിക്കാൻ ശ്രമിച്ചത്. ചാൾസിന്റെ വായ്ക്കുള്ളിൽ അകപ്പെട്ടു പോയ ഈ ബൊംബാർഡിയർ വണ്ട് മരണവിപ്രാളത്തിൽ അതിന്റെ ഡിഫൻസ് മെക്കാനിസം എന്ന മട്ടിൽ വളരെ നാസ്റ്റി ആയിട്ടുള്ള എന്തോ ഒരു സ്രവം പുറപ്പെടുവിക്കുന്നു. അതിന്റെ പൊള്ളലിൽ അറിയാതെ അദ്ദേഹം വായിലിരുന്ന് അതിനെ തുപ്പിപ്പോകുന്നു. അത് പറന്നു പോവുകയും ചെയ്യുന്നു. ഈ വെപ്രാളത്തിൽ കയ്യിൽ പിടിച്ചിരുന്ന ക്രൂസിഫിക്സ് വണ്ടും അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. ഈ നഷ്ടം ചാൾസിനെ അപ്പോൾ വലിയ സങ്കടത്തിൽ ആഴ്ത്തിയെങ്കിലും അദ്ദേഹം തന്റെ വണ്ടുപിടുത്തം പൂർവാധികം ഉത്സാഹത്തോടെ തന്നെ തുടർന്നുപോയി. വണ്ടുകളെ പിടിക്കുന്നതിന് അതിനുശേഷം അദ്ദേഹം നൂതനമായിട്ടുള്ള ചില മാർഗങ്ങൾ ആവിഷ്കരിച്ചു. അക്കാലത്ത് പുറത്തിറങ്ങിയ ഇല്ലസ്ട്രേഷൻസ് ഓഫ് ബ്രിട്ടീഷ് ഇൻസെക്ട്സ് എന്ന പുസ്തകത്തിൽ ഒരിടത്ത് ക്യാപ്ചർഡ് ബൈ സി ഡാർവിൻ എന്ന് അച്ചടിച്ചു വന്നത് അദ്ദേഹത്തെ കുറച്ചൊന്നുമല്ല ആഹ്ലാദിപ്പിച്ചത്. ഒരു കവിത ആദ്യമായി അച്ചടിച്ചു വരുന്നത് കാണുമ്പോൾ കവിക്കുണ്ടായേക്കാവുന്ന അതേ ആനന്ദമാണ് ഇത് കണ്ടപ്പോൾ തന്റെ മനസ്സിൽ ഉണ്ടായത് എന്ന് ഡാർവിൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. കേംബ്രിഡ്ജിലെ പഠനകാലത്ത് തന്നെ ഡാർവിൻ അന്നത്തെ അറിയപ്പെടുന്ന നാച്ചുറലിസ്റ്റും പര്യവേക്ഷകനുമായ അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിന്റെ എഴുത്തുകളെ പരിചയിക്കുകയും അദ്ദേഹത്തിന്റെ ഒരു ആരാധകനായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ലാറ്റിൻ അമേരിക്കയിലെ സസ്യങ്ങളെയും പ്രാണികളെയും പറ്റി പഠിക്കാൻ വേണ്ടി വർഷങ്ങൾ ചെലവിട്ടിട്ടുള്ള വോൺ ഹംബോൾട്ടിന്റെ വലിയ ആരാധകനായിരുന്ന ഡാർവിൻ ഒരിക്കൽ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ദി ഗ്രേറ്റസ്റ്റ് സയന്റിഫിക് ട്രാവലർ ഹു എവർ ലിവ്ഡ് എന്നാണ്. തന്റെ റോൾ മോഡലിന്റെ വഴി പിന്തുടർന്ന് ഡാർവിനും കോളേജിൽ നിന്ന് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിന് പിന്നാലെ ഒരു ലോക പര്യടനത്തിന് പോകാൻ താല്പര്യപ്പെട്ടിരുന്നു. അതിന് തക്ക ഒരു അവസരം വന്നു കിട്ടാൻ വേണ്ടി അദ്ദേഹം കാത്തിരുന്നു. അന്ന് കേംബ്രിഡ്ജിൽ ബോട്ടണി പ്രൊഫസറായിരുന്ന ജോൺ ഹെൻസ്ലോ മികച്ചൊരു ജിയോളജിസ്റ്റ് കൂടിയായിരുന്നു. ഡാർവിന്റെ പ്രതിഭ തിരിച്ചറിയുന്ന അദ്ദേഹം പലപ്പോഴും നേച്ചർ വാക്കുകൾക്ക് പോയിരുന്നപ്പോൾ ഡാർവിനെയും കൂടെ കൂട്ടുമായിരുന്നു. ഈ സൗഹൃദം ഡാർവിനിലെ പ്രകൃതിശാസ്ത്ര അഭിരുചിക്ക് വളം പകർന്നു. ഹെൻസ്ലോ ചാൾസ് എന്ന പ്രതിഭാധനായിട്ടുള്ള വിദ്യാർത്ഥിയെ ക്യാമ്പസിലെ അധ്യാപകനും അറിയപ്പെടുന്ന ജിയോളജിസ്റ്റുമായിരുന്ന പ്രൊഫസർ ആഡം സെഗ്വിക്കിനൊപ്പം നോർത്ത് വെയിൽസിലേക്ക് ഒരു ജിയോളജിക്കൽ ടൂറിനും പറഞ്ഞയക്കുന്നുണ്ട്. കേംബ്രിഡ്ജിലെ ഈ കോഴ്സും വെയിൽസിലെ ഭൗമശാസ്ത്ര പര്യവേഷണ യാത്രയും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ ഡാർവിനെ തേടി ഒരു അവസരം ഒരു കത്തിന്റെ രൂപത്തിൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ കത്ത് എഴുതിയത് കേംബ്രിഡ്ജിലെ തന്നെ ഒരു അധ്യാപകനായിരുന്ന ജോർജ് പീക്കോക്ക് ആണ്. ക്യാപ്റ്റൻ റോബർട്ട് ഫിറ്റ്സ്റോയ് എന്നൊരു പര്യവേക്ഷകൻ ബ്രിട്ടീഷ് അഡ്മിറൽറ്റിയുടെ മുൻകൈയിൽ HMS ബീഗിൾ എന്ന കപ്പലിൽ ഒരു ശാസ്ത്ര പര്യവേഷണ യാത്ര പോകുന്നുണ്ട് എന്നും ആ യാത്രയിൽ ഒരു നാച്ചുറലിസ്റ്റായിട്ട് പങ്കുചേരാൻ ഡാർവിനെ ക്ഷണിക്കുന്നു എന്നുമായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം. ദക്ഷിണ അമേരിക്കയുടെ കോസ്റ്റ് ലൈൻ ചാർട്ട് ചെയ്യുകയായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം. അത്രയും നാൾ ഡാർവിൻ തേടി നടന്ന അവസരം. പക്ഷേ ഈ വിവരം അറിഞ്ഞ അച്ഛൻ ഇടയുന്നു. മകനെ ഡോക്ടറാക്കാമെന്ന് കരുതിയിട്ട് അത് നടന്നിട്ടില്ല. എന്നാൽ പുരോഹിതനെങ്കിലും ആക്കാം എന്ന് കരുതി അതിന് ശ്രമിച്ചിട്ട് അതും യാഥാർത്ഥ്യമായില്ല. അതിന്റെ ആ ചൊരുക്കിൽ റോബർട്ട് മകന്റെ യാത്രയ്ക്ക് വേണ്ട ഫണ്ട് നൽകാൻ മടിച്ചു നിൽക്കുന്നു. ഒടുവിൽ അമ്മാവനെ ചെന്ന് കണ്ട് അച്ഛനോട് ശുപാർശ പറയിച്ച് ചാൾസ് അതിനുവേണ്ട അപ്രൂവൽ നേടിയെടുക്കുന്നു. ഒരുവിധം വീട്ടുകാരെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ചെലവുകാശും വാങ്ങി അദ്ദേഹം തന്റെ സ്വപ്നയാത്രയ്ക്ക് പുറപ്പെടുന്നു. അങ്ങനെ അടച്ചുകെട്ടിയ സർവകലാശാലകളിലെ കുടുസായ പഠനമുറികളിൽ നിന്നും സർവ്വവിജ്ഞാനത്തിന്റെ ഉറവിടമായിട്ടുള്ള വിശാല പ്രകൃതിയിലേക്ക് അറിവും അനുഭവവും തേടി ആ ചെറുപ്പക്കാരൻ പ്രവേശിക്കുന്നു. ഈ യാത്രയുടെ മൊത്തം ദൈർഘ്യം 2-3 വർഷം വരെ ആയിരിക്കുമെന്നായിരുന്നു തുടക്കത്തിലെ ധാരണ. ആറ്റുനോറ്റിരുന്ന ഒടുവിൽ 1831 ഡിസംബർ 27 HMS ബീഗിൾ പ്ലിമത്ത് തുറമുഖം വിട്ട് കടലിലേക്ക് ഇറങ്ങുന്നു. ഡാർവിന് അന്ന് കഷ്ടിച്ച് വയസ്സ് 23ഉം ഫിറ്റ്സ്റോയ്ക്ക് 26ഉം മാത്രമാണ്. സുദീർഘമായ ഇത്തരത്തിലൊരു കപ്പൽ യാത്ര നടത്താനുള്ള പരിചയമൊന്നും ഇല്ലെങ്കിലും അതിനുവേണ്ട വീറും വാശിയും ഒക്കെ വേണ്ടുവോളം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് നേവൽ ഫോഴ്സാണ് ഈ യാത്രയുടെ ചെലവുകളൊക്കെ വഹിച്ചത്. പ്രകൃതി പര്യവേക്ഷണം യാത്രയുടെ തീരെ ചെറിയൊരു ലക്ഷ്യം മാത്രമായിരുന്നു. കച്ചവട സാധ്യതകൾ ആരായുന്നതിനോടൊപ്പം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങളും യാത്രയുടെ പ്രധാന കാരണമായിരുന്നു. പ്രകൃതി ഉപലഭ്യതയ്ക്ക് പുറമെ പുതിയ നാവിക സഞ്ചാര പാതകൾ കണ്ടെത്തുക എന്നതും തുറമുഖം നിർമ്മിക്കാനുള്ള സാധ്യത പരിശോധിക്കുക എന്നതുമൊക്കെ അതിലൂടെ അവർ ലക്ഷ്യമിട്ടിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് യാത്ര തിരിച്ച് ആഫ്രിക്കയുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന കാനറി ദ്വീപ സമൂഹത്തിലെത്തി അവിടെ നിന്ന് അറ്റ്ലാന്റിക് മുറിച്ചു കടന്ന് തെക്കൻ അമേരിക്കയുടെ തെക്കൻ മുനമ്പ് ചുറ്റി ശാന്തസമുദ്രത്തിലൂടെ കടന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി വീണ്ടും അറ്റ്ലാന്റിലേക്ക് പ്രവേശിച്ച് തിരികെ നാട്ടിലെത്തുക എന്നതായിരുന്നു ബീഗിളിന്റെ സഞ്ചാര പരിപാടി. തെക്കൻ അമേരിക്കയുടെ തെക്കൻ തീരപ്രദേശങ്ങൾ, ടിയറ ഡെൽ ഫിഗോ, കേപ്പ് ഹോൺ, അതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ, ഭൂഖണ്ഡത്തിന്റെ പടിഞ്ഞാറൻ തീരം കഴിയാവുന്നിടത്തോളം, പിന്നെ ഗാലപ്പഗോസ് ദ്വീപുകൾ, ഇത്രയുമായിരുന്നു ഈ യാത്രയുടെ പ്രധാന ടാർഗറ്റ്. ദക്ഷിണ അമേരിക്കൻ തീരത്ത് കപ്പൽ നങ്കൂരമിട്ട് കടന്ന ഓരോ ഇടത്തെയും ജിയോളജിയും ജന്തുജീവിതവും ഡാർവിൻ വിശദമായി തന്നെ അന്ന് പഠിക്കുന്നുണ്ട്. കടൽ ജീവികളും അഗ്നിപർവ്വത ദ്വീപുകളും പവിഴപ്പുറ്റുകളും കടലിൽ ചിന്നിച്ചിതറി കിടക്കുന്ന ദ്വീപുകളിലെ വിവിധ തരത്തിലുള്ള പക്ഷികളും തവളകളും ഞവണിക്കയും കക്കയുമെല്ലാം ഡാർവിന്റെ സൗന്ദര്യബോധത്തെ എന്ന പോലെ ശാസ്ത്രബോധത്തെയും ഉത്ബോധിപ്പിച്ചു. ചിലപ്പോൾ അദ്ദേഹം കുറിപ്പുകൾ എടുത്തു, ചിലപ്പോൾ സ്കെച്ചുകൾ വരച്ചു.
ചില ദിവസങ്ങളിൽ സ്പെസിമെനുകൾ കീറിമുറിച്ച് പരിശോധിച്ചു. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ പലതും സാഹിത്യ സുലഭമായിട്ടുള്ള ഭാഷയിൽ കുറിച്ചുവെച്ച വലിയ കെട്ട് കടലാസുകൾ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം പകർത്തിയെഴുതി എഡിറ്റ് ചെയ്ത് 10 ലക്കങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചത് പ്രകൃതി നിരീക്ഷകർക്ക് ഇന്നും ഒരു രത്നഖനിയായി അവശേഷിക്കുന്നു. തന്റെ യാത്രാനുഭവങ്ങളെയും പുത്തൻ കാഴ്ചകളെയും കുറിച്ച് സഹോദരിമാർക്കും പ്രൊഫസർ ഹെൻസ്ലോയ്ക്കും പ്രൊഫസർ സെഡ്വിക്കിനും ഒക്കെ എഴുതുക എന്നതും ഡാർവിന്റെ ശീലമായിരുന്നു. ഹെൻസ്ലോയ്ക്ക് അദ്ദേഹം താൻ കണ്ടെത്തിയ പുതിയ സസ്യമാതൃകകൾ പലതും അയച്ചു കൊടുക്കുകയുമുണ്ടായിരുന്നു. ബീഗിളിലെ ഡാർവിന്റെ യാത്ര പക്ഷേ കടൽ തീരങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അത് പലപ്പോഴും തെക്കൻ അമേരിക്കയുടെ പല ഉൾപ്രദേശങ്ങളിലേക്കും നീണ്ടു ചെന്നു. ചില യാത്രകളിൽ ഡാർവിൻ തിരിച്ചു വരാൻ വേണ്ടി ബീഗിൾ കാത്തുനിന്നു. കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന ചില യാത്രകളിൽ കപ്പൽ മറ്റൊരു കരയ്ക്ക് അടുക്കുമ്പോൾ അവിടേക്ക് ചെല്ലാനുള്ള അറേഞ്ച്മെന്റുകൾ ഡാർവിൻ ചെയ്തു. ഈ യാത്രകൾക്കിടയിൽ അദ്ദേഹത്തിന് അപൂർവമായിട്ടുള്ള പല ഫോസിലുകളും കണ്ടെടുക്കാനായി. ഈ ഫോസിലുകളിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വംശനാശം സംഭവിച്ചു പോയ ചില ജീവിവർഗങ്ങൾക്ക് മറ്റു ചില ജീവിവർഗങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചില തിയറികളും മുന്നോട്ട് വെച്ചു. അതുപോലെ വംശനാശം സംഭവിച്ച ചില ജീവിവർഗങ്ങൾക്ക് നിലവിലുള്ള മറ്റു ചില ജീവികളുമായിട്ടുള്ള അപാരമായിട്ടുള്ള സാദൃശ്യവും അന്ന് ഡാർവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. സാമ്യങ്ങൾ മാത്രമല്ല വ്യത്യാസങ്ങളും ഡാർവിൻ ശ്രദ്ധിച്ചു. ഇതൊക്കെ എങ്ങനെ വന്നു എന്ന് അദ്ദേഹം അന്ന് അത്ഭുതം കൂറി. ഈ യാത്രക്കിടയിൽ ചിലപ്പോഴൊക്കെ ആ പര്യവേക്ഷക സംഘം പ്രാദേശികമായ ചില രാഷ്ട്രീയ സൈനിക കേന്ദ്രങ്ങളുമായി നേർക്കുനേർ വരിക പോലും ഉണ്ടായി. അതിൽ നിന്നൊക്കെ തടികേടാവാതെ പ്രാണനം കൊണ്ട് രക്ഷപ്പെട്ടു വരാൻ കഴിഞ്ഞത് ഡാർവിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ്. അതുപോലെ ചിലിയൻ തീരത്തുകൂടി കടന്നു പോകുന്നതിനിടയ്ക്ക് ഡാർവിനും ഫിറ്റ്സ്റോയും ഒസോർണോ എന്നു പേരായ ഒരു അഗ്നിപർവ്വതത്തിന്റെ പൊട്ടിത്തെറിക്കും തുടർന്നുണ്ടായ ഭൂകമ്പത്തിനും വരെ അന്ന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. തന്റെ യാത്രക്കിടയിൽ ഡാർവിൻ ചെന്നിറങ്ങിയ ഗാലപ്പഗോസ് ദ്വീപുകളിലെ ജന്തു സസ്യ പക്ഷിവർഗങ്ങളുടെ വൈവിധ്യം അത്ഭുതകരമായിരുന്നു. മെയിൻലാൻഡ് ഇക്വഡോറിൽ നിന്ന് 1000 മൈൽ കിഴക്കായി ഭൂപടത്തിൽ കാണുന്ന ഈ ഒരു പൊട്ടാണ് ഗാലപ്പഗോസ് ദ്വീപ സമൂഹങ്ങൾ. അവിടെ നിന്ന് പക്ഷികളുടെയും ഇഴജന്തുക്കളുടെയും സസ്യങ്ങളുടെയും പ്രാണികളുടെയും ഒക്കെ സാമ്പിളുകൾ ഡാർവിൻ ശേഖരിക്കുന്നുണ്ട്. ഗാലപ്പഗോസ് ദ്വീപസമൂഹത്തിലെ ഓരോ ദ്വീപിലും കണ്ട ജീവജാതികൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് എന്ന് ഡാർവിൻ നിരീക്ഷിക്കുന്നു. ആദ്യം മോക്കിംഗ് ബേർഡുകളെയും പിന്നെ ഫിഞ്ചുകൾ അഥവാ കുരുവികളെയും അതിനുശേഷം ആമകളെയും അദ്ദേഹം വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കി. ജീവജാതികൾ ഈ ഓരോ ദ്വീപിലും ഒരുപോലെ അല്ല ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ശ്രദ്ധിച്ചു. അതായത് ഒരു ദ്വീപിൽ കണ്ട കുരുവിയെ പോലെ അല്ല കുറച്ചപ്പുറത്തുള്ള മറ്റൊരു ദ്വീപിലെ കുരുവി. ഓരോ ദ്വീപിലെയും കുരുവികൾ വെവ്വേറെ ജീവജാതികളാണോ എന്ന് പോലും ആദ്യം ഡാർവിൻ സംശയിച്ചു. എന്നാൽ അടുത്ത് നിന്ന് നിരീക്ഷിച്ചപ്പോൾ അവ സമീപത്തുള്ള ഭൂഖണ്ഡങ്ങളിൽ കാണുന്ന ജീവജാതികളുടെ വ്യത്യസ്ത രൂപങ്ങളാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഓരോ ദ്വീപിലും ഏതേതിനും കുരുവികളാണ് ഉണ്ടായിരുന്നത് എന്നത് അവിടെ ലഭ്യമായിരുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചാണ് ഇരുന്നിരുന്നത്. ചില കുരുവികൾക്ക് നല്ല വലിപ്പമുള്ള കൊക്കുകൾ ഉണ്ടായിരുന്നു, വിത്തുകളും മറ്റും കൊത്തിപ്പൊട്ടിക്കാൻ വേണ്ടത്ര ബലമുള്ള കൊക്കുകൾ. വേറെ ചില കുരുവികൾക്ക് പ്രാണികളെ പിടിക്കാനും അകത്താക്കാനും പറ്റുന്ന വിധത്തിലുള്ള കൊക്കുകളാണുള്ളത്. ഈ കുരുവികളിൽ പലതിനെയും ഡാർവിൻ അന്ന് സാമ്പിളിൽ ശേഖരിക്കുന്നു. അവയെ അപ്പോൾ പഠിക്കാനൊന്നും അദ്ദേഹം മെനക്കെടുന്നില്ല. തിരികെ നാട്ടിലെത്തിയ ശേഷം ഗവേഷകർക്ക് പഠനങ്ങൾ നടത്താൻ വേണ്ടി അവയെ മറ്റു കപ്പലുകൾ വഴി ഇംഗ്ലണ്ടിലേക്ക് കൊടുത്തുവിട്ടു. ഗാലപ്പഗോസ് ദ്വീപസമൂഹത്തിലെ ഓരോ ദ്വീപിലും സവിശേഷ ഇനം ആമകൾ ഉണ്ടായിരുന്നു. അവയും ഡാർവിൻ വിശദമായ പഠനങ്ങൾക്ക് വിധേയമാക്കി. ഈ നിരീക്ഷണങ്ങൾ പ്രത്യേകം സിദ്ധാന്തമൊന്നും ആയില്ല എങ്കിലും അവ പിന്നീട് പ്രകൃതി നിർദ്ധാരണം എന്ന സിദ്ധാന്തത്തിലേക്ക് അദ്ദേഹത്തെ അടുപ്പിക്കാൻ നിമിത്തമായി. 2 വർഷം എന്ന് പറഞ്ഞു തുടങ്ങിയ യാത്ര തീരുന്നത് 5 വർഷം കഴിഞ്ഞാണ്. HMS ബീഗിൾ അതിന്റെ പര്യവേഷണം കഴിഞ്ഞ് 1836 ഒക്ടോബർ 2-ാം തീയതിയോടെ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയെത്തുന്നു. 5 വർഷം നീണ്ടുനിന്ന അനുഭവ സമ്പന്നമെങ്കിലും ദുരിതപൂർണമായിരുന്ന കപ്പൽ യാത്രയ്ക്ക് ശേഷം വീട്ടിൽ മടങ്ങിയെത്തിയ ഡാർവിൻ എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ മനുഷ്യനായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ കുസൃതിത്തരം തീർത്തും മാറിയിരുന്നില്ല. 5 വർഷത്തെ അസാന്നിധ്യത്തിന് ശേഷം കുടുംബവീടായ ദ മൗണ്ടിലേക്ക് ഡാർവിൻ തിരിച്ചു വന്ന ദിവസത്തെക്കുറിച്ച് ചാൾസ് ഡാർവിൻ എന്ന പേരിൽ ജീവചരിത്രം എഴുതിയ ഡോക്ടർ ബാബു ജോസഫ് എഴുതുന്നത് ഇങ്ങനെയാണ്. ബീഗിൾ ഫാൽമത്ത് തുറമുഖത്ത് നങ്കൂരമിട്ടതിന്റെ 2-ാം ദിവസം, അതായത് 1836 ഒക്ടോബർ 4-ാം തീയതി നേരം പുലരുന്നതിന് മുമ്പ് അച്ഛനും സഹോദരങ്ങളും പാർത്തിരുന്ന ആ മാളികയിലേക്ക് ഒരു കള്ളനെ പോലെ പാത്തും പതുങ്ങിയും ചെന്നു കയറുന്ന ഡാർവിൻ ആരെയും ഉണർത്താതെ തന്റെ മുറിയിൽ കയറി വാതിലടച്ചു കടന്നു. പ്രാതലിന് എല്ലാവരും ഹാജരായപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ അദ്ദേഹവും ഇറങ്ങിച്ചെല്ലുന്നു. എല്ലാവർക്കും അത്ഭുതം നിറഞ്ഞ ആഹ്ലാദം തോന്നുന്നു. ആ മടങ്ങിവരവ് ദ മൗണ്ടിനെ ഉത്സവ പ്രതീതിയിലാഴ്ത്തുന്നു. ഒരു സാധാരണ ബിരുദവും പ്രകൃതി നിരീക്ഷണത്തിലും വേട്ടയിലുമുള്ള താല്പര്യവും മാത്രം കൈമുതലായി 23-ാമത്തെ വയസ്സിൽ HMS ബീഗിൾ എന്ന കപ്പലിൽ ക്യാപ്റ്റൻ ജോൺ ഫിറ്റ്സ്റോയുടെ സഹയാത്രികനായി ലോകം ചുറ്റിയ ശേഷം തിരികെ വന്ന ഡാർവിന് മഹാകവി ബൈറൺ പ്രഭുവിന്റെ അനുഭവമാണ് ഉണ്ടായത് എന്ന് ചാൾസ് ഡാർവിൻ ജീവിതവും കാലവും എന്ന പുസ്തകത്തിൽ P. ഗോവിന്ദപിള്ള എഴുതുന്നുണ്ട്. ഐ അവോക്ക് വൺ മോർണിംഗ് ആൻഡ് ഫൗണ്ട് മൈസെൽഫ് ഫേമസ് എന്നുള്ള ബൈറന്റെ വരിയാണ് PG ഉദ്ദേശിച്ചത്. കപ്പൽ യാത്രക്കാലത്ത് ശേഖരിച്ച കല്ലുകൾക്കും മണ്ണിനുമൊപ്പം തന്റെ നിരീക്ഷണങ്ങളും നാട്ടിലെ ഗുരുക്കന്മാർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ അയച്ചു കൊടുത്തത് അന്ന് മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് പ്രതിഭാശാലിയായ ഒരു യുവശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ ഡാർവിൻ ഇംഗ്ലണ്ടിൽ പ്രസിദ്ധനായത്.
ആ യാത്രക്കിടയിൽ തുടർച്ചയായി പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ടുള്ള ഡാർവിന്റെ പഠനം അദ്ദേഹത്തിന്റെ ഗവേഷണ ബുദ്ധിയെ മറ്റൊരു തലത്തിൽ എത്തിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ. പിന്നീടുണ്ടായിട്ടുള്ള പല വിപ്ലവകരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും ഈ പര്യവേക്ഷണത്തിന് ശേഷമാണ് സംഭവിക്കുന്നത്. ഇംഗ്ലണ്ടിൽ മടങ്ങിയെത്തിയ ദിവസം തൊട്ട് അങ്ങോട്ടുള്ള ദിനങ്ങൾ ഡാർവിൻ ചെലവിട്ടത് യാത്രയിൽ ശേഖരിച്ച കൗതുക വസ്തുക്കളുടെ വിശകലനത്തിനു വേണ്ടിയാണ്. ബീഗിൾ സഞ്ചാരത്തിനിടയിൽ ശേഖരിച്ച കൗതുക വസ്തുക്കളിൽ ഏറിയ പങ്കും പാറക്കഷ്ണങ്ങൾ, ധാതുക്കൾ, പവിഴപ്പുറ്റുകൾ, പ്രാചീന ജീവികളുടെ എല്ലുകൾ, അസ്ഥികൂടങ്ങൾ തുടങ്ങിയവയായിരുന്നു. ആ വർഷം ഡിസംബർ മുതൽ 3 മാസം ഡാർവിൻ കേംബ്രിഡ്ജിൽ താമസിച്ചു. ആ കൗതുകവസ്തു ശേഖരത്തിൽപ്പെട്ട മിക്കതും പഴയ അധ്യാപകനായിട്ടുള്ള ഹെൻസ്ലോയുടെ കൈവശമായിരുന്നു. ജിയോളജിസ്റ്റായ ഡോക്ടർ മില്ലറുടെ സഹായത്തോടെ ഡാർവിൻ അവ വീണ്ടും പരിശോധിച്ച് കുറിപ്പുകൾ തയ്യാറാക്കി. ഗവേഷണ നാൾ വഴി എന്ന പേരിൽ ഇതിനെ ഒരു പുസ്തകമാക്കി പ്രസിദ്ധപ്പെടുത്തി. 1839 ഡാർവിന്റെ ഈ പുസ്തകം പുറത്തു വരുന്നത് ജേർണൽ ഓഫ് റിസർച്ചേഴ്സ് ഇൻ ടു ദ നാച്ചുറൽ ഹിസ്റ്ററി ആൻഡ് ജിയോളജി ഓഫ് ദ കൺട്രീസ് വിസിറ്റഡ് ഡ്യൂറിംഗ് ദ വോയേജ് ഓഫ് HMS ബീഗിൾ റൗണ്ട് ദ വേൾഡ് അണ്ടർ ദ കമാൻഡ് ഓഫ് ക്യാപ്റ്റൻ ഫിറ്റ്സ്റോയ് RN എന്ന പേരിലായിരുന്നു. മഹാനായ ഒരു ശാസ്ത്രജ്ഞൻ മാത്രമല്ല, പ്രതിപാദനനായ ഒരു എഴുത്തുകാരൻ കൂടിയാണ് താൻ എന്ന് ഡാർവിൻ തന്റെ ആദ്യ പുസ്തകത്തിലൂടെ തന്നെ തെളിയിക്കുന്നുണ്ട്. പുസ്തകം വായിച്ച സമകാലീനരായിട്ടുള്ള പല ശാസ്ത്രജ്ഞരും അതിനെ വാനോളം പുകഴ്ത്തി. ഈ പുസ്തകത്തിന് ശേഷം ഡാർവിൻ അടുത്ത 20 മാസം എടുത്തുകൊണ്ട് പവിഴപ്പാറകളെ കുറിച്ചൊരു പുസ്തകം കൂടി തയ്യാറാക്കി. കൂടാതെ മറ്റു പല വിഷയങ്ങളിലും ഗവേഷണ പ്രബന്ധങ്ങളും എഴുതി പല സമ്മേളനങ്ങളിലും അവതരിപ്പിച്ചു. ആ തിരക്കുകൾക്കിടയിലും ദ സുവോളജി ഓഫ് ദ വോയേജ് ഓഫ് HMS ബീഗിൾ അണ്ടർ ദ കമാൻഡ് ഓഫ് ക്യാപ്റ്റൻ ഫിറ്റ്സ്റോയ് RN ഡ്യൂറിംഗ് ദ ഇയേഴ്സ് 1832 to 1836 എന്നൊരു പുസ്തകത്തിന്റെ പ്രകാശനം കൂടി അദ്ദേഹം നടത്തുന്നു. അതിൽ തന്റെ യാത്രക്കിടയിൽ കണ്ടെത്തി ചാൾസ് ഡാർവിൻ നാട്ടിലേക്ക് കൊടുത്തുവിട്ട പക്ഷി, മൃഗ, പ്രാണി സാമ്പിളുകളെ കുറിച്ചുള്ള വിദഗ്ധരുടെ പഠനങ്ങളാണ് ഉണ്ടായിരുന്നത്. തന്റെ യാത്രാനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഡാർവിൻ എഴുതിയ മറ്റൊരു പുസ്തകമായ ദ വോയേജ് ഓഫ് ദ ബീഗിളും അന്ന് ജനശ്രദ്ധ പിടിച്ചുപറ്റി. കപ്പൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന ശേഷമാണ് ഡാർവിൻ ഒരു സത്യം തിരിച്ചറിയുന്നത്. ഗാലപ്പഗോസ് ദ്വീപുകളിൽ നിന്ന് പിടിച്ച കുരുവികളെ വേണ്ട വിധത്തിൽ പ്രിസർവ് ചെയ്യുന്ന കാര്യത്തിൽ തനിക്ക് ഗുരുതരമായ ഒരു പിഴവ് വന്നിട്ടുണ്ട്. എല്ലാ കുരുവികളെയും കൂടി ഒരു കൂട്ടിലിട്ടാണ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഏത് കുരുവി ഏത് ദ്വീപിൽ കണ്ടതാണ് എന്നറിയാൻ യാതൊരു മാർഗവുമില്ല. 1837 ഗവേഷകനായ ജോൺ ഗൗഡ് ഈ കുരുവികളെ തരംതിരിച്ചു തുടങ്ങി. അദ്ദേഹം അന്ന് ഡാർവിനോട് നടത്തിയൊരു നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. കുരുവിയുടെ കൊക്കുകൾ അവയ്ക്ക് കഴിക്കേണ്ടി വരുന്ന ആഹാരത്തിനനുസരിച്ചാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഡാർവിന്റെ ഉള്ളിൽ തോന്നിയത് മറ്റൊരു കാര്യമാണ്. ചിലപ്പോൾ മെയിൻലാൻഡിൽ നിന്ന് വന്ന ഏതെങ്കിലും ഒരിനം കുരുവികളാകാം എല്ലാറ്റിൻ്റെയും തുടക്കം. പറന്ന് ഗാലപ്പഗോസ് ദ്വീപുകളിൽ എത്തിപ്പെട്ട് ചെന്നുകയറിയ ദ്വീപിലെ ഭക്ഷണത്തിന്റെ സ്ഥിതിക്കനുസരിച്ച് വിവിധ തരത്തിലുള്ള കൊക്കുകൾ പിന്നീടുള്ള തലമുറകളിൽ പതിയെ ആകാരം മാറിപ്പോയതാകാമെന്ന് അദ്ദേഹം ഊഹിച്ചു. ചാൾസ് ഡാർവിൻ 1859 മുന്നോട്ട് വെച്ച പരിണാമ സിദ്ധാന്തം എന്ന വിപ്ലവകരമായ ആശയത്തിന്റെ പ്രസക്തി അല്ലെങ്കിൽ അതിന്റെ മഹത്വം എന്തെന്ന് മനസ്സിലാവണമെങ്കിൽ ഈ പരിണാമ സിദ്ധാന്തം വരുന്നതിന് മുമ്പുള്ള പതിറ്റാണ്ടുകളിൽ ജീവശാസ്ത്ര രംഗത്തുണ്ടായിട്ടുള്ള കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു എന്ന് സംബന്ധിച്ച ഒരു പ്രാഥമിക ധാരണ ആദ്യം നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഡോക്ടർ ബാബു ജോസഫ് എഴുതിയ ചാൾസ് ഡാർവിൻ ജീവചരിത്രത്തിൽ ഇതേ ശീർഷകത്തിലുള്ള ഒരു അധ്യായത്തെ ആസ്പദമാക്കിയാണ്. തമ്മിലുള്ള സാദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവികളെ വർഗീകരിക്കാമെന്ന് ആദ്യം മനസ്സിലാക്കിയത് 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള കാൾ ലീനേഴ്സ് ആണ്. അതിനു മുമ്പ് ജീവിച്ചിരുന്ന ജോൺ റേ എന്ന ഇംഗ്ലീഷ് പ്രകൃതിശാസ്ത്രജ്ഞൻ നടത്തിയ നിരീക്ഷണങ്ങളായിരുന്നു ലീനേഴ്സിന്റെ പ്രേരണ. റേയിൽ നിന്ന് ആവേശം കൊണ്ട് ജീവികളുടെ വർഗീകരണ സംബന്ധിയായിട്ടുള്ള പഠനശാഖ ടാക്സോണമിയിൽ ലീനേഴ്സ് പുതിയൊരു പന്ഥാവ് തന്നെ വെട്ടിത്തുറന്നു. ജീവശാസ്ത്രത്തിന്റെ ആധുനികവൽക്കരണത്തേക്കുള്ള പ്രഥമ കാൽവെപ്പായിരുന്നു അത്. അദ്ദേഹം ഈ ലക്ഷ്യം സാക്ഷാത്കരിച്ചത് ഒരു വർഗീകരണ പദ്ധതിയുടെ ആവിഷ്കാരത്തിലൂടെയാണ്. ഇതനുസരിച്ച് ഓരോ ജീവിക്കും 2 നാമങ്ങൾ നൽകുന്നു. ഉദാഹരണത്തിന് ഇപ്പോഴുള്ള മനുഷ്യരെല്ലാം ഹോമോ സാപ്പിയൻസ് എന്ന ജൈവ വിഭാഗത്തിൽപ്പെടുന്നു. ഇതിൽ ഹോമോ എന്ന് പറയുന്നത് ജീനസ് അഥവാ വംശത്തെയും സാപ്പിയൻസ് എന്നത് സ്പീഷീസ് അഥവാ ജീവജാതിയെയും പ്രതിനിധാനം ചെയ്യുന്നു. ഒരു വംശത്തിൽ പല ജീവജാതികൾ ഉണ്ടാകും. ലിനേഴ്സിന്റെ സങ്കല്പപ്രകാരം ജീവജാതികളാണ് ഏറ്റവും ചെറിയ യൂണിറ്റുകൾ. സന്തതി പരമ്പരകൾ നിലനിൽക്കുന്നത് ഒരേ ജീവജാതിയിൽപ്പെട്ട മൃഗങ്ങൾ തമ്മിൽ ഇണചേരുമ്പോഴാണ്. പ്രകൃതിയിൽ ഈ ജീവജാതികൾ സ്ഥിരമാണോ എന്നത് നൂറ്റാണ്ടുകളിലൂടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രശ്നമാണ്. ബൈബിളിലെ ഉൽപ്പത്തി കഥ പ്രകാരം ജീവജാതികളെ ദൈവം സൃഷ്ടിച്ചതാണ്. അതിനാൽ അവയ്ക്ക് രൂപാന്തരം സംഭവിക്കുക അസാധ്യമാണ് എന്ന് ക്രൈസ്തവ സഭകൾ കാലങ്ങളായിട്ട് പഠിപ്പിച്ചു പോന്നിരുന്നു. ശാസ്ത്രത്തിൽ നിരീക്ഷണങ്ങൾക്കുള്ള പ്രാധാന്യം ആദ്യം തിരിച്ചറിയുന്നത് 17-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് തത്വചിന്തകനായിട്ടുള്ള ഫ്രാൻസിസ് ബേക്കനാണ്. ജീവജാതികൾ സ്ഥിരമല്ല എന്നും മൃഗങ്ങളുടെ ബ്രീഡിങ്ങിനിടയ്ക്ക് അതിൽ സ്വാഭാവികമായിട്ടുള്ള പരിവർത്തനം സംഭവിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഇതുവരെ പറഞ്ഞ ചിന്തകരിൽ ഭൂരിപക്ഷം പേരും കാലക്രമത്തിലുണ്ടാകുന്ന പരിവർത്തനത്തെയാണ് പരിണാമമായിട്ട് പരിഗണിച്ചത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ചാൾസ് ഡാർവിനെ സ്വാധീനിച്ചവരുടെ കൂട്ടത്തിൽ ഡാർവിന്റെ മുത്തച്ഛനായിട്ടുള്ള എറാസ്മസും ഉണ്ടായിരുന്നു. എറാസ്മസ് തന്റെ സൂനോമിയ എന്ന പുസ്തകത്തിൽ പരിണാമത്തെക്കുറിച്ച് വിസ്തരിച്ച് എഴുതിയിട്ടുണ്ട്. ഭൂമിയിൽ ജീവൻ പ്രത്യക്ഷപ്പെട്ടത് തനിയെയാണെന്ന ഗ്രീക്ക് വിശ്വാസമാണ് അദ്ദേഹം സ്വീകരിച്ചത്.
ആദ്യം കടലിലും പിന്നീട് കരയിലും ജീവികൾ പ്രത്യക്ഷപ്പെട്ടു എന്നും കടലിലെ ജീവികൾക്ക് പരിണാമം സംഭവിച്ചാകും കരയിലെ ജീവികൾ ഉണ്ടായിരിക്കുക എന്നും അദ്ദേഹം സങ്കല്പിച്ചു. അതിജീവനത്തിനു വേണ്ടി ജന്തുക്കൾക്കിടയിലും മേൽക്കൈ നേടുന്നതിനായി സസ്യങ്ങൾ തമ്മിൽ നടക്കുന്ന മത്സരങ്ങളെ പറ്റിയും അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. ജീവിതകാലത്ത് മൃഗങ്ങൾക്കുണ്ടാവുന്ന അനുഭവ പാഠങ്ങൾ അടുത്ത തലമുറയിലേക്ക് വിനിമയം ചെയ്യപ്പെടുമെന്നും എറാസ്മസ് പ്രസ്താവിച്ചു. നമ്മളിന്ന് എവല്യൂഷൻ, നാച്ചുറൽ സെലക്ഷൻ എന്നീ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അവ ഏറെ സ്വാഭാവികമാണ് എന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഈ വാക്കുകൾ അപരിചിതമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 19ാം നൂറ്റാണ്ടിന്റെ ആദ്യപാദത്തിൽ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്നൊരു സുവോളജിസ്റ്റ് തന്റെ നിരീക്ഷണങ്ങളുമായിട്ട് രംഗത്തെത്തുന്നത്. ജീവജാതികൾ തങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ സ്വയം മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഉദാഹരണത്തിന് ജിറാഫുകൾ. ലാമാർക്ക് വിശ്വസിച്ചത് ജിറാഫിന്റെ കഴുത്തിന് ഇത്ര നീളം കിട്ടിയത് തലമുറകളായിട്ട് കൂടുതൽ ഉയരത്തിൽ ഇലകൾ കടിച്ചു തിന്നാൻ വേണ്ടി ജിറാഫിന്റെ പൂർവികർ നടത്തിയിട്ടുള്ള അശ്രാന്ത പരിശ്രമങ്ങളുടെ ഫലമായിട്ടാണ് എന്നാണ്. ഈ പരിശ്രമങ്ങളുടെ ഫലങ്ങൾ തലമുറ കൈമാറി വരുമെന്നും അദ്ദേഹം കരുതി. നല്ലപോലെ കഴുത്ത് നീട്ടി ശ്രമിച്ചുകൊണ്ട് ഒരായുസ് തള്ളി നീക്കിയ അമ്മയ്ക്ക് ജനിക്കുന്ന കുഞ്ഞിന്റെ കഴുത്തിന് അമ്മയുടേതിനേക്കാൾ നീളമുണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ലാമാർക്ക് മരിച്ച് 2 വർഷം കഴിഞ്ഞാണ് ഡാർവിൻ HMS ബീഗിളിലെ തന്റെ യാത്രയ്ക്ക് പുറപ്പെടുന്നത്. ആ യാത്രയിലുടനീളം ഡാർവിന്റെ മനസ്സിൽ ലാമാർക്കിന്റെ ആശയങ്ങളുടെ നിലാവെളിച്ചം ഉണ്ടായിരുന്നു. എന്നാൽ ഡാർവിൻ ദക്ഷിണ അമേരിക്കയിലും ഗാലപ്പഗോസിലും നടത്തിയ പല നിരീക്ഷണങ്ങളും ലാമാർക്കിന്റെ ഈ ഇൻഹെറിറ്റൻസ് ഓഫ് അക്വയർഡ് ക്യാരക്ടർ തിയറിക്ക് നിരക്കുന്നവയായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം സ്വന്തമായി ഡിസെന്റ് വിത്ത് മോഡിഫിക്കേഷൻ എന്നൊരു തിയറി മുന്നോട്ട് വെച്ചു. ലാമാർക്കിന്റെയും ഡാർവിന്റെയും സിദ്ധാന്തങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഇതായിരുന്നു. ലാമാർക്ക് കരുതിയത് ജീവിതകാലം കൊണ്ട് ഒരു ജീവജാതി ആർജിച്ച വ്യതിയാനം അടുത്ത തലമുറയിലേക്ക് കൈമാറുമെന്നാണ്. എന്നാൽ ഡാർവിൻ വിശ്വസിച്ചത് അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞത് നിങ്ങൾക്ക് ജന്മനാ കിട്ടുന്ന ഗുണങ്ങൾ മാത്രമേ അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടൂ എന്നാണ്. അതായത് ഉയരം കുറഞ്ഞ ജിറാഫിന് ഭക്ഷണം കിട്ടില്ല, അത് പ്രത്യുൽപാദനം നടത്താതെ മണ്ണടിയും. കഴുത്തിന് നീളം കൂടിയ ജിറാഫിന് ഇണയെ കിട്ടും, അത് മേറ്റ് ചെയ്യും, അത് അടുത്ത തലമുറയിലേക്ക് ആ കഴുത്തിന്റെ നീളം എന്ന ഗുണം കൈമാറുകയും ചെയ്യും. ഉയരം കുറഞ്ഞ ജിറാഫ് അതിജീവനത്തിന് പറ്റിയതല്ല, അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കില്ല. ഭക്ഷണം ആഹരിക്കാൻ ഉയരം കൊണ്ട് സാധിക്കുന്ന ജിറാഫിന് അടുത്ത തലമുറയുണ്ടാകും. അതായത് ഡാർവിൻ വിശ്വസിച്ചത് ഏതൊരു ജീവജാതിയിലും ഒരു നാച്ചുറൽ വേരിയേഷൻ ഉണ്ടാകും. പിറന്നു വീഴുന്നതിൽ ചിലതിന് ഉയരമുണ്ടാകും, ചിലത് കുറിയതാകും. അത് അവ നടത്തിയ ഏതെങ്കിലും ഒരു പരിശ്രമം കൊണ്ടല്ല, മറിച്ച് തികച്ചും യാദൃച്ഛികം മാത്രമാണ്. പ്രകൃതി ഒരു ഫിൽട്ടറായിട്ട് മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഡാർവിൻ വാദിച്ചു. അത് ഫിറ്റസ്റ്റ് ആയിട്ടുള്ള വേരിയന്റിനെ നിലനിർത്തും. ജിറാഫിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്രകൃതി തുണച്ചത് ആഞ്ഞു പരിശ്രമിച്ചത് കൊണ്ട് കഴുത്തിന് നീളം വെച്ച ജിറാഫിനെ അല്ല, നീണ്ട കഴുത്തുള്ള ജിറാഫ് എന്ന വേരിയന്റിനെയാണ്. കഴുത്തിന് നീളം കുറഞ്ഞ ജിറാഫുകൾക്ക് അടുത്ത തലമുറകൾ ഉണ്ടായില്ല, അവ മണ്ണടിച്ചു തീർന്നു. താരതമ്യേന നീളം കഴുത്തുള്ള ജിറാഫുകൾ വീണ്ടും പ്രത്യുൽപാദനം നടത്തി. വളരെ പതുക്കെ മില്യൺ കണക്കിന് വർഷങ്ങൾ കൊണ്ട് ജിറാഫുകളുടെ കഴുത്തിന്റെ ശരാശരി നീളത്തിൽ ഒടുവിൽ വർധനവുണ്ടായി. ഇങ്ങനൊരു വാദമാണ് ഡാർവിൻ മുന്നോട്ട് വെച്ചത്. കാലാന്തരത്തിൽ ലാമാർക്കിന്റെ തിയറി തഴയപ്പെടുകയും ഡാർവിൻ പറഞ്ഞതിന് പൊതുജന സമ്മതി കിട്ടുകയും ചെയ്തു. ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് ബൈബിളിനെ ആസ്പദമാക്കി ബിഷപ്പ് ഉഷർ കണക്കുകൂട്ടി കണ്ടുപിടിച്ചത് BC 4004 സൃഷ്ടി നടന്നത് എന്നാണ്. എന്നാൽ പിന്നീട് നടന്ന ഭൗമശാസ്ത്ര പഠനങ്ങൾ ഈ അനുമാനത്തെ അട്ടിമറിച്ചു. ഭൂമിയുടെ പ്രായം മില്യൺ അല്ലെങ്കിൽ ബില്യൺ വർഷങ്ങളുടെ കണക്കിലാണ് എന്നത് സ്പഷ്ടമായി. അതുപോലെ ഭൂമിയുടെ അടരുകളിൽ നിന്ന് കണ്ടെടുക്കുന്ന ജന്തുജാലങ്ങളുടെ ഫോസിലുകളിൽ നടത്തിയ പഠനങ്ങൾ തെളിയിച്ചത് ഭൂമുഖത്ത് കാര്യമായ മാറ്റങ്ങൾ വരുന്നതിന് ദീർഘകാലയളവുകൾ വേണ്ടി വന്നു എന്നാണ്. ഇത്തരം മാറ്റങ്ങൾ വളരെ സാവകാശത്തിലാണ് ഭൂമിയുടെ ഉപരിതല ഘടനയിലും ജീവജാതികളിലും ഉണ്ടായത് എന്ന് ലയേലടക്കമുള്ള അന്നത്തെ ഭൗമശാസ്ത്രജ്ഞരിൽ നല്ലൊരു വിഭാഗവും സങ്കല്പിച്ചു. ഈ പ്രക്രിയയെ പൊതുവെ വിളിച്ചിരുന്നത് ഇവല്യൂഷൻ അഥവാ പരിണാമം എന്നാണ്. സ്പീഷീസ് സ്ഥിരമാണ് എന്ന തെറ്റിദ്ധാരണയ്ക്ക് മാറ്റം വന്നത് റിച്ചാർഡ് ഓവന്റെയും ജോൺ ഗൗൾഡിന്റെയും പഠനങ്ങൾ പ്രസിദ്ധീകരിച്ചു വന്നതോടെയാണ്. ഡാർവിൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച തെക്കേ അമേരിക്കൻ ഫോസിലുകൾ ഓവന്റെ പക്കലുണ്ടായിരുന്നു. പരിണാമം സംബന്ധിച്ച ഡാർവിന്റെ ചിന്തകളെ മുന്നോട്ട് നയിച്ചതിൽ ഗൗൾഡ് നടത്തിയ നിരീക്ഷണങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഒന്നിനു പകരം പല വംശപരമ്പരകൾ അഥവാ ഡിസെന്റുകളാണ് ജൈവലോകത്തുള്ളത് എന്ന ബോധ്യം ഡാർവിന് പൊടുന്നനെ ഉണ്ടായതല്ല. 2-3 വർഷമെടുത്തു ആ പ്രകാശം ലഭിക്കാൻ. ഭൗമശാസ്ത്രപരമായ തെളിവുകൾ അപൂർണമായിരുന്നു. ഉദാഹരണത്തിന് ജീവികൾക്കിടയിലെ പല ട്രാൻസിഷണൽ ഫോംസ് അഥവാ സംക്രമണ രൂപങ്ങളുടെയും ഫോസിലുകൾ കൂട്ടത്തിൽ ലഭ്യമല്ലായിരുന്നു. പരിണാമം ഡാർവിനും കൂട്ടരും പറയും പോലെ വളരെ സാവകാശത്തിൽ നടക്കുന്നൊരു പ്രക്രിയയാണെങ്കിൽ ഈ സംക്രമണ രൂപങ്ങളുടെയും ഫോസിലുകൾ ഉണ്ടായിരിക്കേണ്ടതാണ്. കാലപ്പഴക്കത്തിൽ ഈ ഫോസിലുകൾ നശിച്ചു പോയതോ അല്ലെങ്കിൽ ഇനിയും കണ്ടുപിടിക്കപ്പെടാതെ പോയതോ ആകാം എന്നൊരു വിശദീകരണം ഉയർന്നു വന്നുവെങ്കിലും എതിർവാദങ്ങളും ശക്തമായി തുടർന്നു. ഇതിനിടയിൽ ഇഴജന്തുക്കൾക്കും പക്ഷികൾക്കും മധ്യത്തിലുള്ള ഒരു സംക്രമണ രൂപമാണ് പിന്നീട് ഉത്ഖനനത്തിലൂടെ ലഭിച്ച ആർക്കിയോപ്റ്റെറിക്സ് എന്ന ഫോസിൽ അസ്ഥികൂടമെന്ന് വിശദീകരിക്കപ്പെട്ടു. ഇത് പരിണാമവാദത്തിന് തുണയായി. പരിണാമത്തിന്റെ കാതലായിട്ടുള്ള തത്വം പ്രകൃതി നിർദ്ധാരണമാണ്. ഇതിലേക്ക് എത്താൻ ഡാർവിനെ പ്രേരിപ്പിച്ച 2 സംഗതികളുണ്ട്. ഒന്ന്, വളർത്തുമൃഗങ്ങളുടെ വർഗം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ബ്രീഡിംഗ് ടെക്നിക്കുകൾ അദ്ദേഹം നിരീക്ഷിച്ചിരുന്നു. പശു, പട്ടി, പക്ഷികൾ എന്നിവയാണ് അന്ന് ഇങ്ങനെ ബ്രീഡ് ചെയ്തെടുത്തിരുന്നത്.
ഉദാഹരണത്തിന് നായ് ഇനങ്ങളായ സ്പാനിയൽ, ഗ്രേഹൗണ്ട്, ടെറിയർ തുടങ്ങിയവ ബാഹ്യലക്ഷണങ്ങളിൽ പാടെ വ്യത്യസ്തരാണ് എങ്കിലും നായ എന്ന ഒരൊറ്റ ജീവപ്രജാതിയിൽ പെടുന്നവയാണ്. 1837 പരിണാമത്തെക്കുറിച്ച് താൻ നടത്തിക്കൊണ്ടിരുന്ന നിരീക്ഷണങ്ങളും ചിന്തകളുമൊക്കെ ഒരു നോട്ട് പുസ്തകത്തിലേക്ക് രേഖപ്പെടുത്താൻ ഡാർവിൻ ആരംഭിക്കുന്നത്. കാലക്രമത്തിൽ ജീവജാതികൾക്ക് മാറ്റം വരുന്നു എന്നത് ഒരു സമസ്യയാണ് എന്ന് അന്ന് അദ്ദേഹം അതിലെഴുതി. 1838 സെപ്റ്റംബർ 28 ഡാർവിൻ തന്റെ നോട്ട് പുസ്തകത്തിൽ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ആശയം കുറിച്ചിട്ടു. ഈ ഭൂമിയിലേക്ക് പ്രതിദിനം നിരവധി ജന്തുജാലങ്ങൾ ജനിച്ചു വീഴുന്നുണ്ട്. ഓരോ ജീവിക്കും അതിന്റെ അതിജീവനം ഒരു പോരാട്ടം തന്നെയാണ്. ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിൽ അതിന്റെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ സാധിക്കുന്ന ജീവികൾ മാത്രമേ നിലനിൽക്കൂ. കടമ്പകളെ അതിജീവിച്ച് ജീവനോടെ ഇരിക്കുന്ന ജീവികൾ തമ്മിൽ പ്രത്യുൽപാദനം നടത്തുമ്പോൾ അതിജീവനത്തിന്റെ ഈ ജനിതകം, സ്ട്രോങ് ട്രേറ്റ്സ്, അടുത്ത തലമുറയിലേക്ക് കൈമാറപ്പെടും. ചാൾസ് ഡാർവിൻ ഈ പ്രക്രിയയ്ക്ക് കൊടുക്കുന്ന പേര് നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതി നിർദ്ധാരണം എന്നാണ്. ഇതിനിടെ 1839 ജനുവരി 29 തന്റെ 30-ാം വയസ്സിൽ ചാൾസ് ഡാർവിൻ തന്റെ അമ്മാവന്റെ മകളായ എമ്മ വെഡ്ജ്വുഡിനെ വിവാഹം കഴിക്കുന്നു. ചാൾസിനേക്കാൾ 10 മാസത്തെ മൂപ്പുണ്ടായിരുന്നു അന്ന് എമ്മയ്ക്ക്. 1842 കെന്റിനടുത്തുള്ള ഡൗൺ വില്ലേജിൽ 15 ഏക്കർ പുരയിടം വാങ്ങി ഡാർവിൻ കുടുംബസമേതം അങ്ങോട്ട് താമസം മാറ്റുന്നു. ഈ ഘട്ടത്തിലാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് ദൈവമോ മറ്റൊരു സൃഷ്ടാവോ ഒന്നുമല്ല എന്നൊരു ആശയത്തിലേക്ക് ഡാർവിൻ എത്തിച്ചേരുന്നത്. നാച്ചുറൽ സെലക്ഷന്റെ അടിസ്ഥാനത്തിൽ ജീവികൾക്ക് പരിണമിച്ച് മറ്റൊരു സ്പീഷീസായി മാറാൻ സാധിച്ചേക്കാമെന്ന് അദ്ദേഹത്തിന് തോന്നി. എന്നാൽ തന്റെ തോന്നലുകൾ പുറത്തു പറയാനുള്ള ധൈര്യം ആ ഘട്ടത്തിൽ ഡാർവിൻ ഉണ്ടായിരുന്നില്ല. മതങ്ങൾ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി കഥകളൊക്കെയും കളവാണ് എന്ന് പറയുകയാണെങ്കിൽ പുരോഹിതരും ഇത്രനാൾ കഥകൾ കേട്ടിരുന്ന നാട്ടിലെ മതവിശ്വാസികളായിട്ടുള്ള ജനങ്ങളും അസ്വസ്ഥരായേക്കുമെന്ന് അദ്ദേഹത്തിന് തോന്നി. വിശ്വവിജ്ഞാന ചരിത്രത്തിൽ നിലവിലുണ്ടായിരുന്ന വിശ്വാസങ്ങളെയും സിദ്ധാന്തങ്ങളെയും അട്ടിമറിച്ച് പുതിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുകയും അങ്ങനെ വിജ്ഞാന ചക്രവാളങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളവരിൽ പലർക്കും യാഥാസ്ഥിതിക സമൂഹത്തിൽ നിന്ന് കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ചരിത്രമുണ്ട്. ഉദാഹരണത്തിന് സൂര്യൻ ഭൂമിയെ ചുറ്റുകയല്ല, മറിച്ച് ഭൂമി സൂര്യനെ ചുറ്റുകയാണ് എന്ന് വാദിച്ച ഗലീലിയോയ്ക്ക് അവസാന കാലം മാർപ്പാപ്പയുടെ ഉത്തരവ് പ്രകാരം തടവിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ പ്രപഞ്ചം അനന്തമാണ് എന്ന സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞതിന് ജിയാനാർഡോ ബ്രൂണോയെ ജീവനോടെ കത്തിച്ചു കളയുകയായിരുന്നു. ഇങ്ങനെ അങ്ങേറ്റം ഹോസ്റ്റൈലായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു അന്ന് നിലവിലുണ്ടായിരുന്നത് എന്നതുകൊണ്ട് പ്രകൃതി നിർദ്ധാരണത്തിൽ ഊന്നിയ തന്റെ പരിണാമ സിദ്ധാന്തം ഔപചാരികമായി ഡാർവിൻ പുറത്തു പറയാൻ പിന്നെയും 20ഓളം വർഷങ്ങളെടുത്തു. ഇടക്കാലത്തെ തന്റെ ആശയങ്ങളെ മെച്ചപ്പെടുത്താൻ, ഗവേഷണത്തെ കുറെ കൂടി കൃത്യമാക്കാൻ ശ്രമിച്ച ഡാർവിൻ നിരവധി ഗവേഷണ പ്രബന്ധങ്ങളും പുസ്തകങ്ങളുമൊക്കെ എഴുതിക്കൂട്ടി. ഇങ്ങനെ ഉള്ളിൽ വളരെ ലാൻഡ്മാർക്കായിട്ടുള്ളൊരു തിയറി ഉണ്ടായിരുന്നിട്ടും അത് ശാസ്ത്രലോകത്തോട് വിളിച്ചു പറയാൻ വിമുഖത കാണിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയ കാലത്തെ ഡാർവിന്റെ മനോവ്യാപാരങ്ങളെക്കുറിച്ച് നമുക്ക് ഡേവിഡ് ക്വാമൻ എഴുതിയ ദ റിലക്റ്റന്റ് മിസ്റ്റർ ഡാർവിൻ എന്ന പുസ്തകത്തിൽ വായിക്കാനാകും. അത് തന്റെ മനസ്സിലുള്ള സിദ്ധാന്തങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതാനുള്ള മടിയോ അല്ലെങ്കിൽ അധികം നിഷ്ക്രിയനായിട്ടിരുന്ന ഇടവേളയോ ഒന്നും ആയിരുന്നില്ല. തന്റെ തിയറികൾ പെർഫെക്റ്റ് ചെയ്തെടുക്കും വരെ അദ്ദേഹം പാലിച്ച വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു മൗനമായിരുന്നു എന്നാണ് ക്വാമന്റെ നിരീക്ഷണം. ജീവജാതികൾ സ്ഥിരതയില്ലാത്തവയാണെന്നും അവ സാഹചര്യത്തിനനുസരിച്ച് പരിണമിക്കുന്നു എന്നുമുള്ള ചിന്ത ഡാർവിനിൽ മുളപൊട്ടുന്നത് വളരെ നേരത്തെ, ഏകദേശം 1837 അതിന്റെ കാരണം എന്താണെന്നും മറ്റും മനസ്സിലാക്കുന്നതിന് അദ്ദേഹത്തിന് നിരവധി ഉദാഹരണങ്ങളുടെ സഹായം വേണ്ടി വന്നു. ദീർഘകാലത്തെ പഠന ഗവേഷണങ്ങളിലൂടെ ഭൂമുഖത്തെ ജീവജാതികൾ അസ്ഥിരമാണ് എന്ന് ഡാർവിൻ സ്ഥാപിച്ചെടുത്തു. ബാണക്കല്ലുകളിലും മറ്റും നടത്തിയ വിശദമായ നിരീക്ഷണങ്ങളിലൂടെ ജീവിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ജീവജാതികളുടെ ഇടയിലുള്ള കെട്ടുപാടുകളെ പറ്റി അർത്ഥവത്തായിട്ടുള്ള അനുമാനങ്ങളിൽ എത്താനും അന്ന് ഡാർവിന് സാധിക്കുന്നുണ്ട്. 1838 തോമസ് മാൽത്തൂസിന്റെ പ്രസിദ്ധ കൃതിയായിട്ടുള്ള എസ്സേ ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് പോപ്പുലേഷൻ ഡാർവിൻ വായിക്കുന്നത്. ജനസംഖ്യ ജാമിതീയ അനുപാതത്തിൽ ജോമെട്രിക് പ്രോഗ്രഷനിൽ വർദ്ധിക്കുന്നു എന്നതാണ് മാൽത്തൂസിന്റെ മുഖ്യ പ്രമേയം. അതിന്റെ അർത്ഥം ഒരു നിശ്ചിത കാലയളവിൽ ജനസംഖ്യ ഇരട്ടിക്കുമെന്നും അടുത്ത അതേ കാലയളവിൽ വീണ്ടും അത് ഇരട്ടിക്കുമെന്നും ക്രമേണ സ്ഫോടനാത്മകമായ അളവിൽ ജനപ്പെരുപ്പം ഉണ്ടാകും എന്നുമാണ്. നിലവിലത് സംഭവിക്കാത്തത് ദാരിദ്ര്യം, രോഗം, സംഘർഷം എന്നിവ ഭൂമുഖത്ത് ചെലുത്തുന്ന സ്വാധീനങ്ങൾ കാരണമാണ്. ജനപ്പെരുപ്പം ജോമെട്രിക് പ്രോഗ്രഷനിലാണ് എങ്കിലും ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പാദനം അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് നടക്കുക. ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് തന്നെ സ്പീഷീസിൽ വ്യതിയാനം വരുമെന്നും ചില വ്യതിയാനങ്ങൾ ആ സ്പീഷീസിന് ഗുണകരമാകും എന്നൊക്കെയുള്ള ധാരണ ഡാർവിൻ ഉണ്ടായിരുന്നു. എന്നാൽ മാൽത്തൂസിന്റെ നിരീക്ഷണങ്ങളാണ് തന്റെ ചിന്തയിലെ മിസ്സിംഗ് ഡോട്ട്സിനെ യോജിപ്പിക്കാൻ ഡാർവിനെ സഹായിച്ചത്. മാൽത്തൂസിന്റെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ഇൻസൈറ്റ്സ് വെച്ച് ഡാർവിൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു തലമുറയിൽ നിന്ന് അടുത്തേക്ക് കടക്കുമ്പോൾ സന്താനോൽപാദനത്തിന് സാധിക്കുന്നത് കൂടുതൽ ഭക്ഷ്യലഭ്യതയുള്ളവർക്കാണ്. ഒരേ ജീവജാതിയിൽപ്പെട്ട ജീവികൾക്കിടയിലാണ് അതിജീവനത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള മത്സരവും നടക്കുക. അതിൽ വിജയിക്കുന്നവരാണ് സന്താനോൽപാദനം നടത്തുക. ഏറ്റവും അനുയോജ്യരായവരാണ് ഇപ്രകാരം അതിജീവിക്കുക. ഈ മത്സരത്തിൽ പരാജയപ്പെടുന്നവരുടെ സന്തതി പരമ്പര അതിജീവിക്കില്ല. ഇങ്ങനെയുള്ള ഈ മത്സരം എല്ലാ തലമുറകളിലും തുടർന്നുകൊണ്ടേയിരിക്കും. എല്ലാ ജീവജാതികൾക്കും ബാധകമായതാണ് ഈ നിയമമെന്നും ഡാർവിൻ മനസ്സിലാക്കുന്നു.
ശരീരത്തിന്റെ സവിശേഷ ഗുണങ്ങൾ അല്ലെങ്കിൽ സിദ്ധികൾ, ഉദാഹരണത്തിന് പേശീബലം, ശരീരലക്ഷണങ്ങൾ, സൗന്ദര്യം എന്നിവയൊക്കെ ഉള്ളവർക്ക് കൂടുതൽ സന്താനങ്ങൾ ഉണ്ടാവും. ഈ നിയമം സസ്യങ്ങളടക്കം എല്ലാ ജീവികൾക്കും ബാധകമാക്കുകയാണ് ഡാർവിൻ ചെയ്തത്. മാൽത്തൂസിനെ വായിച്ചപ്പോൾ കിട്ടിയ ഈ ഉൾക്കാഴ്ചയാണ് പിന്നീട് പ്രകൃതി നിർദ്ധാരണത്തിലേക്ക് ഡാർവിനെ നയിക്കുന്നത്. 1842 ജൂണിൽ തന്റെ സിദ്ധാന്തത്തിന്റെ ഒരു സംഗ്രഹം ഡാർവിൻ എഴുതുന്നു. പെൻസിലിൽ എഴുതിയ മാനുസ്ക്രിപ്റ്റിന് അന്ന് വെറും 35 പേജേ ഉണ്ടായിരുന്നുള്ളൂ. 2 വർഷം കൊണ്ട് അദ്ദേഹം അതിന്റെ ഒരു വികസിത രൂപം ഉണ്ടാക്കി. അതിന് 230 പേജ് ഉണ്ടായിരുന്നു. മനസ്സിൽ തോന്നുന്നതെല്ലാം പേപ്പറിൽ എഴുതി വെക്കാൻ ഡാർവിൻ ഉപദേശിച്ചത് സുഹൃത്തായിട്ടുള്ള ലയലാണ്. അത് കേട്ട് അത്യുത്സാഹത്തോടെ അതേപടി അനുസരിച്ച ഡാർവിൻ തയ്യാറാക്കിയ കുറിപ്പുകളെല്ലാം സമാഹരിക്കപ്പെട്ടിരുന്നുവെങ്കിൽ സ്പീഷീസിന്റെ ഉൽപ്പത്തിയുടെ 3-4 ഇരട്ടി വലിപ്പമുള്ളൊരു ഗ്രന്ഥം തനിക്ക് ലഭിക്കുമായിരുന്നുവെന്ന് ഡാർവിൻ തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ 1844 ഡാർവിന്റെ പഠനങ്ങളോട് ഏകദേശ സാമ്യം പുലർത്തുന്ന ഒരു തിയറി വർണ്ണിക്കുന്ന ഒരു കുഞ്ഞൻ പുസ്തകം എഴുത്തുകാരന്റെ പേര് വെക്കാതെ പ്രസിദ്ധീകരിച്ചു വരികയുണ്ടായി. ഈ പുസ്തകത്തിലെ വാദമുഖങ്ങൾ ദുർബലവും തെളിവുകളുടെ പിന്തുണ ഇല്ലാത്തതുമായിരുന്നു. അത് നിലവിലെ മതാധിഷ്ഠിത ലോകത്തെ പിടിച്ചുകുലുക്കി. വിശ്വാസിപക്ഷം ആ പുസ്തകത്തെ തലങ്ങും വിലങ്ങും ആക്രമിച്ചു. അത് കണ്ടപ്പോൾ ചങ്കിടിച്ചു പോയത് സമാനമായ സിദ്ധാന്തം പുസ്തകമായി അവതരിപ്പിക്കാനിരുന്ന ചാൾസ് ഡാർവിനാണ്. വേണ്ടത്ര കണിശതയോടെ തന്റെ ഗവേഷണം കൃത്യമാക്കിയില്ല എങ്കിൽ പ്രസിദ്ധപ്പെടുത്തുന്ന അന്ന് തന്നെ താനും ആക്രമിക്കപ്പെടുമെന്ന് ഡാർവിൻ ഭയന്നു. അതോടെ രാപ്പകൽ ഉറക്കമളിച്ചിരുന്ന് ജോലിയോട് ജോലിയായി, ഒപ്പം കണക്കില്ലാത്ത ഉത്കണ്ഠയും ആശങ്കയും. ഇതിങ്ങനെ കൂടിക്കൂടി വന്നൊടുവിൽ ക്ഷീണവും ഭയന്റെ പ്രശ്നങ്ങളുമൊക്കെ അദ്ദേഹത്തെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ അവിചാരിതമായി ഡാർവിന്റെ കുടുംബത്തിലേക്ക് അശനിപാതം പോലെ ഒരു ദുരന്തം വന്നിറങ്ങി. അദ്ദേഹത്തിന്റെ 2ാമത്തെ മകൾ ആനി ഏതോ അജ്ഞാത രോഗം ബാധിച്ച് കിടപ്പിലായി. മകളുടെ രോഗാവസ്ഥ ഡാർവിനിൽ ഏൽപ്പിച്ച മാനസിക പീഡകളെക്കുറിച്ച് എഡ്രിയൻ ഡെസ്മണ്ടും ജെയിംസ് മൂറും ചേർന്ന് എഴുതിയ ഡാർവിൻ ദ ലൈഫ് ഓഫ് എ ടോർമെന്റഡ് എവല്യൂഷനിസ്റ്റ് എന്ന പുസ്തകത്തിൽ വിശദമായ പരാമർശങ്ങളുണ്ട്. അസുഖം കാർന്നു തിന്നാൻ തുടങ്ങുമ്പോൾ ആനിക്ക് 9 വയസ്സ് കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ലക്ഷണങ്ങൾ പലതായിരുന്നു അവളുടെ രോഗത്തിന്. വയറിന്റെ അസുഖങ്ങൾ മുതൽ തലവേദന വരെ പലതും അവളെ മാറി മാറി അലട്ടി. തന്റെ രോഗങ്ങൾ പാരമ്പര്യമായി മകൾക്ക് പകർന്നു കിട്ടിയതാണെന്ന് ധരിച്ച ഡാർവിൻ മകളുടെ പീഡകളുടെ സ്രോതസ് താൻ തന്നെയാണല്ലോ എന്നോർത്തും അന്ന് ഉരുകുന്നുണ്ട്. നേരിയ സുഖം തോന്നുന്ന വേളകളിൽ ആ കുഞ്ഞ് ഓടിച്ചാടി നടക്കുകയും കുടുംബാംഗങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ മിക്കപ്പോഴും അവൾ കാരണമൊന്നും കൂടാതെ പെട്ടെന്ന് പൊടുന്നനെ പൊട്ടിക്കരഞ്ഞ് മാനസിക സമ്മർദ്ദത്തിലേക്ക് വഴുതി വീഴും. പിന്നെ മനംമറിച്ചിൽ, ഛർദി, ചർമ്മരോഗം, വായ്പുണ്ണ്, പേശികളുടെ കൊച്ചുവലിവ് എന്നിങ്ങനെ പല രോഗലക്ഷണങ്ങളും ഉണ്ടാകും. ഇതെന്തു രോഗമാണ് എന്ന് പോലും നിർണ്ണയിക്കാനാവാതെ അന്ന് ഡോക്ടർമാർ വിഷമിക്കുന്നുണ്ട്. ചെറുക്കാലമായപ്പോൾ അവളുടെ രോഗം മൂർച്ഛിച്ചു. എപ്പോഴും കിടപ്പ് തന്നെയായി. ഒടുവിൽ 1851 മാർച്ച് 23 അവൾ മരണത്തിന് കീഴടങ്ങി. മരണസമയത്ത് അച്ഛൻ മാത്രമേ ആനിയുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. അവൾ വേദന കൊണ്ട് പുളയുന്നതും മരണമെടുത്തപ്പോൾ അവൾക്ക് ബോധക്ഷയം ഉണ്ടാകുന്നതുമൊക്കെ കണ്ട് വിതുമ്പാൻ മാത്രമേ ഡാർവിന് സാധിച്ചുള്ളൂ. പ്രിയപുത്രിയുടെ വിയോഗം ഡാർവിനെ അക്ഷരാർത്ഥത്തിൽ തകർത്തു കളഞ്ഞു. ജീവിതത്തിന്റെ അർത്ഥശൂന്യതയെക്കുറിച്ച് അദ്ദേഹം ഇക്കാലത്ത് ഏറെ ചിന്തിച്ചു. ശാന്തയും സൽസ്വഭാവിയും ആകർഷകമായ പെരുമാറ്റത്തിന്റെ ഉടമയുമായ ആനി ഡാർവിന്റെ കണ്ണിലുണ്ണിയായിരുന്നു. തന്റെ മകളെ അകാലത്തിൽ ബാധിച്ച മാരക രോഗത്തിനും അത് മൂർച്ഛിച്ചുണ്ടായ മരണത്തിനും യുക്തിപരമായിട്ടുള്ളൊരു വിശദീകരണം കണ്ടെത്താൻ ഡാർവിന് സാധിച്ചില്ല. വിശ്വാസത്തെ തള്ളി ആത്മീയവാദത്തിന്റെ തീരത്ത് ഡാർവിൻ എത്തിച്ചേരുന്നത് മകൾ ആനിയുടെ വേർപാടോടെയാണ്. ഒടുവിൽ ഏറെ കാലത്തിന് ശേഷം 1859 തന്റെ 50-ാം വയസ്സിൽ ഡാർവിന് സ്വന്തം സിദ്ധാന്തം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കാനുള്ള ആത്മവിശ്വാസമുണ്ടായി. മകളുടെ വിയോഗത്തിന് ശേഷമുള്ള വർഷങ്ങൾ അദ്ദേഹം ആ പുസ്തകത്തിന്റെ രചനയ്ക്ക് വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു. അങ്ങനെ നാച്ചുറൽ സെലക്ഷൻ, എവല്യൂഷൻ എന്നീ സങ്കല്പങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകം അച്ചടിക്ക് റെഡിയായി. എന്നാൽ അത് പ്രസിദ്ധപ്പെടുത്തും മുമ്പ് ഡാർവിനെ അതിശയിപ്പിച്ചുകൊണ്ട് ഒരു കത്ത് അദ്ദേഹത്തെ തേടിയെത്തുന്നു. 1858 ജൂൺ മാസത്തിൽ ഡാർവിനേക്കാൾ 13 വയസ്സ് പ്രായം കുറവുള്ള ആൽഫ്രഡ് റസൽ വാലസ് എന്നുപേരുള്ളൊരു പ്രകൃതി നിരീക്ഷകനാണ് മലയാദ്വീപുകളിൽ നിന്ന് അദ്ദേഹത്തിന് അന്ന് ആ കത്ത് എഴുതുന്നത്. അതിൽ നാച്ചുറൽ സെലക്ഷനിലൂടെയുള്ള പരിണാമ പ്രക്രിയ വിശദീകരിക്കുന്ന ഒരു പ്രബന്ധവും അദ്ദേഹം അടക്കം ചെയ്തിരുന്നു. ഇത് വായിക്കുന്ന ഡാർവിൻ ഞെട്ടിപ്പോകുന്നു. കഴിഞ്ഞ 10-20 വർഷത്തെ തന്റെ അന്വേഷണങ്ങളുടെ ഫലമാണ് ഈ മനുഷ്യൻ അതുപോലെ ഈച്ചക്കോപ്പി എന്ന മട്ടിൽ തന്റെ പ്രബന്ധത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരുത്തിൽ പറഞ്ഞാൽ വാലസ് തന്റെ പ്രബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതാണ്ട് അതേ കാര്യങ്ങളാണ് ഡാർവിൻ തന്റെ അച്ചടിക്കാനിരിക്കുന്ന പുസ്തകത്തിന്റെ കൈയെഴുത്തു പ്രതിയിൽ എഴുതി വച്ചിരിക്കുന്നത്. ഈ ബൃഹത് പുസ്തകത്തിലേക്കായി കഴിഞ്ഞ 20 വർഷം കൊണ്ട് ഡാർവിൻ മനസ്സിലിട്ട് വളർത്തിക്കൊണ്ടുവന്നതാണ് അദ്ദേഹത്തിന്റെ തിയറി. അതേ ആശയങ്ങളുടെ വളരെ ഹ്രസ്വമായൊരു പതിപ്പാണ് വാലസിന്റെ പ്രബന്ധത്തിൽ. പക്ഷെ വാലസ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതിനും പറയുന്നതിനുമൊക്കെ എത്രയോ മുമ്പ് തന്നെ ഡാർവിൻ തന്റെ സുഹൃത് വലയത്തിനുള്ളിലാണ് എങ്കിലും അതേപ്പറ്റി പറഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. അതിന്റെ ക്രെഡിറ്റ് എന്തുകൊണ്ടും ഡാർവിന് തന്നെയാണ് കിട്ടേണ്ടതും. അക്കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. എന്നാൽ ഈ വിഷയത്തിൽ ഉരുക്കുമുഷ്ടി പ്രയോഗിക്കാനോ കുതികാല് വെട്ട് നടത്താനോ ഒന്നും ഡാർവിന് താല്പര്യമുണ്ടായിരുന്നില്ല. ഈ വിഷയത്തിൽ വാലസ് ഡാർവിൻ ക്യാമ്പുകൾക്കിടയിൽ ഒരു സംസാരം നടക്കുന്നു. വാലസിന്റെ പ്രബന്ധം ഡാർവിൻ തന്നെ ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി ഗവേഷണ സംഘമായ ലീനിയൻ സൊസൈറ്റിക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു.
അന്നത്തെ അറിയപ്പെടുന്ന ഗവേഷകരായിരുന്ന ലണ്ടൻ കിങ്സ് കോളേജിലെ ജിയോളജി പ്രൊഫസർ ഡോക്ടർ ചാൾസ് ലിയൽ, റോയൽ ബൊട്ടാനിക്കൽ ഗാർഡൻ മേധാവി ഡോക്ടർ ജോസഫ് ഹുക്കർ എന്നിവരുടെ പരിശ്രമങ്ങളുടെ ഫലമായി ലിനിയസ് സൊസൈറ്റി ജൂലൈ 1 ചേർന്ന യോഗത്തിൽ വാലസിന്റെ പ്രബന്ധവും ഡാർവിന്റെ കണ്ടുപിടുത്തങ്ങളുടെ സംഗ്രഹവും ഒരുമിച്ച് അവതരിപ്പിക്കപ്പെട്ടു. ഡാർവിനോ വാലസോ അന്ന് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല എങ്കിലും ആ സമ്മേളനം ഇരുവരുടെയും സംഭാവനകൾക്ക് ആധികാരിക സ്വഭാവം പകർന്നു. ഡാർവിൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പരക്കെ അറിഞ്ഞിരുന്ന പുസ്തകത്തിന്റെ മുൻകൂർ പ്രഖ്യാപനമായി ഈ സംയുക്ത അവതരണം പ്രയോജനപ്പെട്ടു. ഒടുവിൽ 1859 നവംബർ 24 ഡാർവിൻ ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ബൈ മീൻസ് ഓഫ് നാച്ചുറൽ സെലക്ഷൻ ഓർ ദ പ്രിസർവേഷൻ ഓഫ് ഫേവേർഡ് റേസസ് ഇൻ ദ സ്ട്രഗിൾ ഫോർ ലൈഫ് എന്ന ലാൻഡ്മാർക്ക് വർക്ക് പബ്ലിഷ് ചെയ്യുന്നു. ലണ്ടനിലെ ജോൺ മുറെ എന്ന പ്രമുഖ പ്രസാധകരെ തന്നെ അത് പ്രസിദ്ധീകരിക്കുന്നു. ഒരു ശാസ്ത്രകൃതിയാണെങ്കിലും നോവൽ എന്ന പോലെ സുഗമമായിട്ട് വായിച്ചു പോകാവുന്ന രീതിയിലാണ് ഡാർവിൻ ഒറിജിൻ ഓഫ് സ്പീഷീസ് എഴുതിയിട്ടുള്ളത്. ന്യൂട്ടന്റെ പ്രിൻസിപ്പിയെയോ ഐൻസ്റ്റൈന്റെ കൃതികളോ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വായനാ സുഖം പകരുന്നവയല്ല. സാധാരണക്കാർക്ക് കടിച്ചാൽ പൊട്ടാത്ത ഗണിതവും മറ്റുമാണ് അവയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പുസ്തകം പുറത്തിറങ്ങിയ ആദ്യ ദിവസം തന്നെ അതിന്റെ 1250 കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു. 1860 ആയപ്പോഴേക്കും പുസ്തകം 2ാം പതിപ്പിലേക്ക് എത്തി. അതിനുശേഷം 1872 ആയപ്പോഴേക്കും 6 പതിപ്പുകളിലായി ഏതാണ്ട് 24,000-ലധികം പ്രതികൾ അന്ന് വിറ്റഴിഞ്ഞു. ചാൾസ് ഡിക്കൻസിന്റെയും മറ്റും ജനപ്രിയ നോവലുകൾ അല്ലാതെ ഒരു ശാസ്ത്ര ഗ്രന്ഥം ഇത്രയധികം പ്രതികൾ വിറ്റുതീരുക എന്നത് 19ാം നൂറ്റാണ്ടിൽ അത്യപൂർവമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. 1876 ആയപ്പോഴേക്കും ഈ പുസ്തകം എല്ലാ യൂറോപ്യൻ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ഡാർവിൻ തന്നെ തന്റെ സുഹൃത്തായിട്ടുള്ള പ്രൊഫസർ ഹുക്കറോട് അന്ന് അതിശയത്തോടെ ചോദിക്കുന്നത് വായിച്ചെടുക്കാൻ വൈഷമ്യമേറിയ ഈ പുസ്തകത്തിന് ഇത്ര പ്രചാരമോ എന്നാണ്. ഈ പുസ്തകത്തിൽ ഡാർവിൻ തന്റെ ബീഗിൾ യാത്രയ്ക്കിടെ ശേഖരിച്ച വിവരങ്ങൾക്കൊപ്പം തിരികെ വന്ന് നടത്തിയ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പുതിയ സിദ്ധാന്തങ്ങളും ഉൾപ്പെട്ടിരുന്നു. പ്രകൃതി നിർദ്ധാരണത്തിലൂടെ എങ്ങനെയാണ് കാലാന്തരത്തിൽ പുതിയ സ്പീഷീസുകൾ ഉണ്ടായി വന്നത് എന്ന് അദ്ദേഹം തന്റെ പുസ്തകത്തിൽ സോദാഹരണം വിശദീകരിക്കുന്നുണ്ട്. തന്റെ പുസ്തകത്തിന് നേർക്ക് എതിർപ്പുയർന്നു വരുമെന്ന കാര്യത്തിൽ ഡാർവിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിയോജിപ്പുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു അധ്യായം തന്നെ ഈ പുസ്തകത്തിൽ മാറ്റിവെച്ചിട്ടുണ്ട്. വായനക്കാരുടെ കയ്യിലേക്ക് പുസ്തകം എത്തുന്നതിന് മുമ്പ് തന്നെ ഇത് വായിച്ചാൽ അവർക്കുണ്ടായേക്കാവുന്ന എതിർപ്പുകളെ ഊഹിച്ച് അവയ്ക്കുള്ള മറുപടി കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഡാർവിൻ തന്റെ പുസ്തകം തയ്യാറാക്കിയത്. ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്നതിന്റെ പുസ്തകത്തിൽ ഡാർവിൻ ഏതാനും ചില വരികളിൽ പ്രകൃതി നിർദ്ധാരണത്തെക്കുറിച്ചുള്ള തന്റെ സിദ്ധാന്തം വിവരിക്കുന്നുണ്ട്. ജീവിതത്തിനു വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ ഏതൊരു ജീവിവർഗത്തിൽപ്പെട്ട ഒരു ജീവിക്കും അതിന്റെ പ്രകൃതിയുമായിട്ടുള്ള ആത്മബന്ധത്തിൽ ഗുണകരമാവുന്ന എന്തു ചെറിയ മാറ്റം ഉണ്ടായാലും അത് അടുത്ത തലമുറയിൽ ഗുണമായി തന്നെ പ്രതിഫലിക്കും. അവയ്ക്ക് അതിജീവന സാധ്യതയും സ്വാഭാവികമായിട്ടും കൂടും. ഒരു പ്രത്യേക കാലയളവിൽ ജനിക്കുന്ന സന്താനങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ ഇത്തരം മാറ്റങ്ങളെ അതിജീവിക്കുകയുള്ളൂ. മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾക്കായി മറ്റു ജീവികളെ തിരഞ്ഞെടുക്കുന്നതിനോട് ചേർത്ത് വായിച്ചുകൊണ്ട് പ്രകൃതി നടത്തുന്ന ഇത്തരം തെരഞ്ഞെടുപ്പുകളെ ഞാൻ നാച്ചുറൽ സെലക്ഷൻ എന്ന് വിളിക്കുന്നു എന്നാണ് ഡാർവിൻ എഴുതിയത്. തന്റെ പുസ്തകത്തിൽ പക്ഷേ ഡാർവിൻ ഏറെ കൗശലകരമായ രീതിയിൽ 2 കാര്യങ്ങളെപ്പറ്റി പറയാതെ വിട്ടിരുന്നു. ഒന്ന്, അദ്ദേഹം തന്റെ പുസ്തകത്തിൽ മറ്റു ജന്തുക്കളുടെ കാര്യത്തിൽ മാത്രമേ പരിണാമത്തെക്കുറിച്ചുള്ള തന്റെ ആശയങ്ങൾ വിവരിച്ചിട്ടുള്ളൂ. മനുഷ്യന്റെ പരിണാമം എന്ന കുറെക്കൂടി ഗൗരവമുള്ള വിഷയം അദ്ദേഹം ജനരോഷം ഭയന്ന് സ്പർശിക്കാതെ വിട്ടു. ഒറിജിൻ ഓഫ് സ്പീഷീസിൽ ഉടനീളം മനുഷ്യോൽപത്തിയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വിവാദം ഭയന്ന് ഒഴിവാക്കിയ ചാൾസ് ഡാർവിൻ പക്ഷേ അവസാനത്തെ അധ്യായത്തിൽ ഉപസംഹാരത്തോട് ചേർന്നുകൊണ്ട് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരൊറ്റ വാചകത്തിൽ അതേപ്പറ്റി ലൈറ്റ് വിൽ ബി ത്രോൺ ഓൺ ദ ഒറിജിൻ ഓഫ് മാൻ ആൻഡ് ഹിസ് ഹിസ്റ്ററി എന്ന ഏറെ നിഗൂഢമായൊരു സൂചന തൊടുത്തു വയ്ക്കുന്നുണ്ട്. ഈ ഒരു പുസ്തകം ഇറങ്ങി പിന്നെയും ഒരു വ്യാഴവട്ടക്കാലം കഴിഞ്ഞു പുറത്തു വന്ന ദ ഡിസെന്റ് ഓഫ് ദ മാൻ എന്ന പുസ്തകത്തിലാണ് പിന്നീട് ഡാർവിൻ ആ വിഷയം ആധികാരികമായിട്ട് കൈകാര്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നത്. അതുപോലെ ഭൂമിയിലെ ജീവോൽപത്തിയെക്കുറിച്ചുള്ള തന്റെ ആശയങ്ങളും ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്താതെ അദ്ദേഹം മാറ്റിവെച്ചു. പരിണാമ സിദ്ധാന്തത്തോടൊപ്പം വിശ്വാസികൾക്ക് പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ സങ്കല്പിക്കാനുള്ള സാധ്യത കൂടി കിടന്നോട്ടെ എന്ന് അദ്ദേഹം കരുതി. ഈ പുസ്തകം വളരെ വേഗത്തിൽ തന്നെ ലോകമെമ്പാടുമുള്ള ഗവേഷണ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. ഒരു കൂട്ടർ ഡാർവിൻ മുന്നോട്ട് വെച്ച സിദ്ധാന്തത്തെ പിന്തുണച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചതൊക്കെയും ശുദ്ധ ബോഷ്കാണ് എന്ന് തള്ളിപ്പറഞ്ഞ മറുപക്ഷവും ഉണ്ടായി. ഇതിന് രണ്ടിനുമിടയ്ക്ക് മറ്റൊരു കൂട്ടരും ഉണ്ടാവുന്നുണ്ട്. ഒറിജിൻ ഓഫ് സ്പീഷീസിലൂടെ ഡാർവിൻ പ്രപഞ്ച സൃഷ്ടാവിനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നും ഡാർവിൻ പറഞ്ഞതിന്റെ അർത്ഥം ദൈവം പ്രകൃതി നിർദ്ധാരണം വഴിക്ക് പരിണാമത്തിലൂടെ പുതിയ ജീവജാലങ്ങളെ പലപ്പോഴായി സൃഷ്ടിച്ചെടുത്തു എന്നാണ് എന്നും അവർ കരുതി. ഡാർവിൻ അത്ര നേരത്തെ തന്നെ പ്രകൃതി നിർദ്ധാരണത്തെക്കുറിച്ചുള്ള തന്റെ തിയറികൾ മുന്നോട്ട് വെച്ചുവെങ്കിലും ആദ്യകാലങ്ങളിൽ അതിനെ അംഗീകരിക്കാൻ വല്ലാത്തൊരു വിമുഖതയുണ്ടായി. ജനറ്റിക്സിനെ കുറിച്ച് കുറെ കൂടി മെച്ചപ്പെട്ട ധാരണകൾ ശാസ്ത്രത്തിനുണ്ടായതിനു ശേഷം മനുഷ്യർ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് എങ്ങനെയാണ് ട്രേറ്റുകൾ കൈമാറുന്നത് എന്ന് സംബന്ധിച്ച ധാരണകൾ ഉണ്ടായി വന്നതിന് ശേഷം മാത്രമാണ് ഡാർവിന്റെ സിദ്ധാന്തത്തിനും ശാപമോക്ഷം ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിന് 1860 ഗ്രിഗർ മെൻഡൽ എന്ന ശാസ്ത്രജ്ഞൻ പയർവർഗ്ഗങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിലൂടെ ഒരു പാരന്റ് പ്ലാന്റിൽ നിന്ന് ചൈൽഡ് പ്ലാന്റിലേക്ക് ചില ഗുണങ്ങൾ കൈമാറി വരുന്നത് എത്ര പ്രവചനീയമായ രീതിയിലാണ് എന്ന് തെളിയിച്ചിരുന്നു. 1866 തന്നെ മെൻഡൽ തന്റെ കണ്ടെത്തലുകൾ പ്രബന്ധരൂപേണ പ്രസിദ്ധപ്പെടുത്തുന്നുണ്ട് എങ്കിലും ഹ്യൂഗോ ഡി വ്രീസ്,
കാൾ കൊറൻസ്, എറിക് വോൺ ഷെർമാക് എന്നീ ഗവേഷകരാൽ 1900 കണ്ടെടുക്കപ്പെടുകയും വിശകലനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്യുന്നതുവരെ മെൻഡലിന്റെ കണ്ടെത്തലുകൾ തമസ്കരിക്കപ്പെട്ടു തന്നെ കടന്നു. 1900 ശേഷം കൂടുതൽ ഗവേഷകർ ജനിതകശാസ്ത്രത്തിൽ ഗവേഷണങ്ങൾ നടത്താൻ തുടങ്ങി. വർഷങ്ങളെടുത്ത് നടത്തപ്പെട്ട ഈ പഠനങ്ങളിൽ നിന്ന് ചില പ്രത്യേക ട്രേറ്റുകൾ അല്ലെങ്കിൽ ജീനുകളിലെ മാറ്റം അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നുണ്ട് എന്ന് പകൽ പോലെ വ്യക്തമായി. ഇങ്ങനെ പല തുടർ പഠനങ്ങൾ നടന്നപ്പോൾ മാത്രമാണ് ഡാർവിന്റെ സിദ്ധാന്തത്തിന് മിഴിവേറി വരാൻ തുടങ്ങിയത്. പരിണാമ സിദ്ധാന്തത്തിന്റെ ഒരു പൊതു അവലോകനം നമുക്ക് ഡോക്ടർ കെ ബാബു ജോസഫിന്റെ ചാൾസ് ഡാർവിൻ പുസ്തകത്തിൽ കാണാം. അതിൽ പറയുന്നത് വ്യതിയാനം അഥവാ ഡീവിയേഷൻ, നിർദ്ധാരണം അഥവാ സെലക്ഷൻ എന്നീ 2 പ്രമേയങ്ങളാണ് ഒറിജിനൽ സ്പീഷീസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നാണ്. ഇത് രണ്ടും ചേർന്ന പ്രതിഭാസത്തെയാണ് പരിണാമം എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വ്യതിയാനങ്ങളും നിലനിൽപ്പുള്ളതല്ല. ജീവജാതിയുടെ അതിജീവനത്തിന് ഉതകുന്നവ മാത്രമേ ആത്യന്തികമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ. രണ്ടാമത്തേതിൽ നിന്നും 3ാമത്തെ തലമുറയിലേക്ക് പോകുമ്പോഴും സംരക്ഷിക്കപ്പെടുന്ന വ്യതിയാനങ്ങൾ കുറെ കാലത്തേക്കെങ്കിലും നിലനിൽക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ പരിഷ്കരിക്കപ്പെടുന്നതിനെ വ്യക്തികൾ പ്രകൃതി സാഹചര്യത്തോട് അനുകൂലനം ചെയ്യുന്നു എന്ന് പറയുന്നു. ഈ പ്രക്രിയയാണ് പ്രകൃതി നിർദ്ധാരണം അഥവാ നാച്ചുറൽ സെലക്ഷൻ. ഉദാഹരണത്തിന് പക്ഷികളിലെ കൊക്കിന്റെ നീളം എടുക്കുക. ഒരേ ജീവജാതി പക്ഷികളുടെ ഒരു കൂട്ടത്തിൽ തന്നെ കൊക്കിന്റെ നീളത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. എന്നാൽ അടുത്ത തലമുറയിൽ താരതമ്യേന നീളക്കൂടുതലുള്ള കൊക്കുകളോട് കൂടിയ പക്ഷികളാണ് കൂടുതലായിട്ട് പ്രത്യക്ഷപ്പെടുക. ഇത്തരം പക്ഷികൾക്ക് ഹ്രസ്വമായിട്ടുള്ള കൊക്കുകളുള്ള പക്ഷികളെ അപേക്ഷിച്ച് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ച് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇതിന് കാരണം. ഗാലപ്പഗോസ് ദ്വീപിലെ കുരുവികൾ ഇത്തരത്തിലുള്ള പ്രകൃതി നിർദ്ധാരണത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തങ്ങളാണ്. വ്യത്യസ്ത ദ്വീപുകളിൽ കണ്ടുവരുന്ന കുരുവികൾ ഒരേ വംശത്തിൽപ്പെട്ടവയാണ്. എന്നാലും കൊക്കിന്റെ നീളത്തിൽ വ്യത്യാസം കാണിക്കുന്നു. അവ അതാത് ദ്വീപുകളിലെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള വിഭിന്ന ജീവിതശൈലികൾ സ്വീകരിച്ചത് കാരണമാണ് ഈ അന്തരം ഉണ്ടായത്. അവ വ്യത്യസ്തമായിട്ടുള്ള ജീവജാതികളായിട്ട് വേർപെട്ട് പരിണമിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരേ ജീവജാതിയിൽപ്പെട്ട 2 ഇനം ജീവികൾ തമ്മിലുള്ള വ്യത്യാസം വർദ്ധിച്ചു വന്നാൽ അവ കാലാന്തരത്തിൽ 2 വ്യത്യസ്ത ജീവജാതികളായിട്ട് പിരിയുമെന്നത് സ്പഷ്ടമാണ്. ഈ കാഴ്ചപ്പാടനുസരിച്ച് ഭൂമിയിലെ എല്ലാ ജീവജാതികൾക്കും ഒരു പൊതു പൂർവികനുണ്ടെന്നുള്ള നിഗമനത്തിൽ നമുക്ക് എത്തിച്ചേരാവുന്നതാണ്. ഇത്രയും പറഞ്ഞുവെങ്കിലും പരിണാമം എന്ന ആശയം ആദ്യം അവതരിപ്പിച്ചത് ഡാർവിനോ വാലസോ അല്ല എന്ന് അതിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. പരിണാമം എങ്ങനെ സംഭവിക്കുന്നു എന്ന കണ്ടുപിടുത്തമാണ് ഇവർ നടത്തിയത്. എന്നാൽ എന്തുകൊണ്ടാണ് വ്യതിയാനം സംഭവിക്കുന്നത് എന്ന പ്രശ്നത്തിന് ഉത്തരം നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഗ്രിഗർ മെൻഡൽ കണ്ടുപിടിച്ച ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് അഥവാ പാരമ്പര്യ നിയമങ്ങൾ പിന്നീട് ഇതിന്മേൽ കൂടുതൽ വെളിച്ചം തൂവുന്നുണ്ട്. സ്പീഷീസിന്റെ ഉൽപ്പത്തി പുസ്തകം പുറത്തു വന്നതിന് പിന്നാലെ ഡാർവിൻ അനുകൂലികളെന്നും ഡാർവിൻ വിരുദ്ധരെന്നും 2 പക്ഷം ഉരുത്തിരിഞ്ഞു വന്നു. 1860 ജൂൺ 30 ഇരുപക്ഷവും തമ്മിലുള്ള പ്രഥമ സംവാദം ബ്രിട്ടീഷ് അസോസിയേഷൻ ഫോർ ദ അഡ്വാൻസ്മെന്റ് ഓഫ് സയൻസിന്റെ യോഗത്തിൽ വെച്ച് നടക്കുന്നു. പുസ്തകം ഇറങ്ങി 6 മാസം പിന്നിട്ട കാലം. ഓക്സ്ഫോർഡിലെ മെത്രാനായ സാമുവൽ വിൽബർഫോഴ്സ് ആണ് അന്ന് ക്രൈസ്തവ സഭയ്ക്കും ക്രൈസ്തവ ശാസ്ത്രത്തിനും വേണ്ടി ഹാജരായത്. ഹുക്രയും ഹക്സ്ലിയെ പോലുള്ള ഗവേഷകർ മറുപക്ഷത്തും അണിനിരന്നു. തീപ്പൊരി പാറുന്ന വാദപ്രതിവാദങ്ങൾ പലതും അന്ന് അവിടെ നടന്നു. ഈ സംവാദത്തിനൊടുവിൽ വിജയം ഡാർവിൻ അനുകൂലികൾക്കായിരുന്നു. ബൈബിളിലുള്ളത് അന്യാപദേശ കഥകളാണ് എന്നും അവയെ അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ടതില്ല എന്നുമൊക്കെയുള്ള തിരിച്ചറിവോടെയാണ് അന്ന് ആ സംവാദം വീക്ഷിക്കാൻ എത്തിയവർ മടങ്ങിപ്പോകുന്നത്. അതിനുശേഷവും പള്ളികളിലെ തിരക്കിന് കുറവൊന്നും ഉണ്ടായില്ല എങ്കിലും അത്ഭുത പ്രവൃത്തികളിലും സിദ്ധികളിലുമുള്ള പൊതുജനങ്ങളുടെ വിശ്വാസത്തിന് അതോടെ ഇടിവ് സംഭവിച്ചു. മനുഷ്യനും ആൾക്കുരങ്ങിനും ഒരു പൊതു പൂർവികനാണ് ഉണ്ടായിരുന്നത് എന്ന ഡാർവിന്റെ വാദം സാധാരണക്കാരനെ ഷോക്ക് അടിപ്പിച്ചു. ആയിടയ്ക്കാണ് ലണ്ടനിലെ കാഴ്ച ബംഗ്ലാവിൽ 2 ഗോറില്ലകളെ കൊണ്ടുവന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം ജനം അവയെ നോക്കിയത് കൗതുകത്തോടെയും സമ്മിശ്ര വികാരങ്ങളോടെയുമാണ്. ഇതിനിടയിൽ ഡാർവിൻ പുതിയ പുസ്തകങ്ങൾ പലതും രചിച്ചു. 1859 അവസാനത്തോടെ ഒറിജിൻ ഓഫ് സ്പീഷീസിന്റെ പരിഷ്കരിച്ച പുതിയ പതിപ്പ് പ്രസിദ്ധപ്പെടുത്തി. 1860 മുതൽക്കുള്ള 8 വർഷത്തോളം വേരിയേഷൻ ഓഫ് അനിമൽസ് അണ്ടർ ഡൊമസ്റ്റിക്കേഷൻ എന്ന പുതിയ പുസ്തകത്തിന്റെ രചനയിൽ ഏർപ്പെട്ടു. അതിനിടെ 1962 അദ്ദേഹം ഫെർട്ടിലൈസേഷൻ ഓഫ് ഓർക്കിഡ്സ് എന്നൊരു ചെറിയ പുസ്തകവും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. പരബീജ സങ്കലനം അഥവാ ക്രോസ് ഫെർട്ടിലൈസേഷൻ ജീവജാതികളുടെ രൂപസ്ഥിരതയിൽ പ്രധാന പങ്ക് വഹിക്കുന്നതായിട്ട് ഈ പഠനത്തിൽ ഡാർവിന് ബോധ്യപ്പെട്ടു. 1871 പുറത്തു വന്ന ദ ഡിസെന്റ് ഓഫ് മാൻ എന്ന പുസ്തകത്തിൽ ഡാർവിൻ പ്രകൃതി നിർദ്ധാരണം എന്ന സങ്കല്പത്തെ എങ്ങനെ മനുഷ്യോൽപ്പത്തിയിലേക്ക് പറിച്ചു നടാമെന്നാണ് വിശദീകരിക്കാൻ ശ്രമിച്ചത്. പ്രകൃതി നിർദ്ധാരണത്തെക്കാൾ കൂടുതൽ പ്രസക്തമായ പ്രക്രിയ ലൈംഗിക നിർദ്ധാരണം അഥവാ സെക്ഷൽ സെലക്ഷൻ ആണ് എന്ന് ഈ പുസ്തകത്തിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സൗന്ദര്യത്തെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള സങ്കല്പങ്ങളാണ് വിവിധ വർഗ്ഗങ്ങളിൽ നിലവിലുള്ളത്. മയിലിന്റെ പീലിയും നൃത്തവും പൂവങ്കോഴിയുടെ പൂവും കുയിലിന്റെ പാട്ടും എല്ലാം ഇണയെ ആകർഷിക്കുന്നതിനുള്ള തന്ത്രങ്ങളാണ്. എല്ലാറ്റിനെയും ലൈംഗിക പങ്കാളികളാക്കുന്നില്ല. ഇതാണ് ലൈംഗിക നിർദ്ധാരണത്തിന്റെ കാതൽ. സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും അവസരവും ലഭിക്കുന്നവർ പരിണാമ പ്രക്രിയയിൽ പങ്കാളികളാകുന്നു എന്നാണ് ഈ പുസ്തകത്തിൽ ഡാർവിൻ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ പ്രാണിതീനി ചെടികളെ പറ്റി ചർച്ച ചെയ്തുകൊണ്ട് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന പേരിൽ ഒരു പുസ്തകം കൂടി ഡാർവിൻ എഴുതിയിട്ടുണ്ട്. ഒരു യാദൃച്ഛിക സംഭവമാണ് ആ പുസ്തകത്തിന് പിന്നിൽ. 1960 ഡാർവിൻ ഹാർട്ട്ഫീൽഡിൽ വിശ്രമിക്കുമ്പോൾ ഡ്രോസെറ എന്നൊരു ചെടിയുടെ 2 ജീവജാതികളെ കാണാനിടയായി.
ആ ചെടിയുടെ ഇലകൾക്കിടയിൽ പ്രാണികൾ കുടുങ്ങിപ്പോകുന്നത് കണ്ട് അദ്ദേഹം ആകൃഷ്ടനായി. വീട്ടിൽ ആ ചെടികളെ കൊണ്ട് നട്ടുപിടിപ്പിക്കുകയും അതിൽ തുടർ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു ഡാർവിൻ. 16 വർഷത്തെ പഠനങ്ങൾക്ക് ശേഷം 1875 ഒടുവിൽ അദ്ദേഹം ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് പ്രസിദ്ധീകരിക്കുന്നത്. ഡാർവിന്റെ ഗവേഷണ പഠനങ്ങളുടെ റേഞ്ച് വളരെ വിപുലമാണ്. ഇതുവരെ ഇവിടെ വിവരിച്ചു കൂടാതെ നിരവധി കൃതികൾ വേറെയും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നർത്ഥം. 1870 കഴിഞ്ഞപ്പോഴേക്കും പരിണാമ സംബന്ധിയായ കൃതികൾ രചിക്കാനും പ്രസിദ്ധീകരിക്കാനും ഡാർവിൻ ആരംഭിച്ചിട്ട് 15 വർഷം കഴിഞ്ഞിരുന്നു. പ്രധാനപ്പെട്ട 3 കൃതികളുടെ, അതായത് ഒറിജിൻ, വേരിയേഷൻ, ഡിസെന്റ് എന്നിവയുടെ പണി തീർത്ത് പിന്നെയും 2 വർഷം തയ്യാറെടുത്ത ശേഷമാണ് തന്റെ പ്രിയപ്പെട്ട മേഖലയായ സസ്യശാസ്ത്രത്തിലേക്ക് ഡാർവിൻ തിരിയുന്നത്. പുതിയ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തലല്ലായിരുന്നു അദ്ദേഹത്തിന്റെ ലക്ഷ്യം. സസ്യശാസ്ത്രത്തിൽ കൗതുകകരമായിട്ടുള്ള ചില പരീക്ഷണങ്ങൾ നടത്തണം, അത്രമാത്രം. ഇതിനുള്ള ഒരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ജന്തുക്കളുടെ വികാര പ്രകടനങ്ങളെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ നടത്താനും കുറിപ്പുകൾ എഴുതാനും ഡാർവിൻ സമയം കണ്ടെത്തി. ദ ഡിസെന്റ് ഓഫ് മാന്റെ ഫൈനൽ മാനുസ്ക്രിപ്റ്റിന്റെ അവസാന പ്രൂഫുകൾ തിരുത്തി 2 ദിവസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ദ എക്സ്പ്രഷൻ ഓഫ് ദ ഇമോഷൻസ് ഇൻ മാൻ ആൻഡ് അനിമൽസ് എന്ന ഗ്രന്ഥത്തിന്റെ നിർമ്മിതിയിലേക്കും കടക്കുന്നു. ഈ പുസ്തകത്തിൽ ഡാർവിൻ പെരുമാറ്റത്തിന്റെ തലമുറ കൈമാറി വരുന്ന സ്വഭാവത്തെ ഇഴകീറി വിശകലനം ചെയ്യുന്നുണ്ട്. പ്രായം 70 കഴിഞ്ഞപ്പോൾ തന്റെ ഗവേഷണ പരീക്ഷണ പ്രയത്നങ്ങൾ ഒന്ന് പതുക്കെയാക്കാൻ ഡാർവിൻ തീരുമാനിച്ചു. തന്റെ കരിയറിന്റെ സിംഹഭാഗവും അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശാവസ്ഥയിൽ തന്നെ ആയിരുന്നു. പരിണാമത്തിന്റെ രഹസ്യം തേടിയുള്ള യാത്രകളിൽ ഏതോ ദേശത്തു നിന്ന് പകർന്നു കിട്ടിയ ഏതെങ്കിലും അജ്ഞാതമായ ട്രോപ്പിക്കൽ ഡിസീസ് ആകാം ഡാർവിന്റെ രോഗമെന്ന് ചിലരെങ്കിലും കരുതി. എന്തായാലും നാൾക്കുനാൾ ഡാർവിൻ പാടെ ക്ഷീണിച്ചു വന്നു തുടങ്ങി. 1881 ഡിസംബർ 31 ഭാര്യ എമ്മയുമൊത്ത് മകൾ ഹെൻറിയറ്റയുടെ ലണ്ടനിലെ വസതിയിലേക്ക് സന്ദർശനത്തിന് പോയ അവസരത്തിൽ ഡാർവിന് ആദ്യമായി ഗൗരവമുള്ള ഒരു ഹൃദയാഘാതം ഉണ്ടാവുന്നു. അടുത്ത സ്നേഹിതനായ ജോർജ് റോമൻസിനെ കാണാൻ ഒറ്റയ്ക്ക് പോയതാണ്. നിർഭാഗ്യവശാൽ റോമൻസ് അപ്പോൾ വീട്ടിലില്ലായിരുന്നു. മണിയടിക്കുന്ന ശബ്ദം കേട്ട് വീട്ടിലെ കുശിനിക്കാരൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് തീർത്തും അവശ നിലയിലായ ഡാർവിനെയാണ്. തനിക്ക് ഉടനെ മകളുടെ വീട്ടിലേക്ക് തിരികെ പോകണമെന്നും പറഞ്ഞ് അദ്ദേഹം തിരിച്ചു നടക്കാൻ തുടങ്ങി. എങ്കിൽ കുതിരവണ്ടി പിടിച്ചു കൊടുക്കാമെന്ന് കുശിനിക്കാരൻ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു. വീണ്ടും വേച്ചു മുന്നോട്ട് നടന്നു നീങ്ങി. കുറെ ദൂരം നടന്നപ്പോൾ വീഴാൻ തുടങ്ങുകയും വഴിയരികിലെ റെയിലിംഗിൽ പിടിച്ച് എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. എന്തായാലും അവിടെ കുറച്ചു നേരം വിശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസം കിട്ടി. തിരികെ മകളുടെ വീട്ടിലേക്ക് അന്ന് അദ്ദേഹം നടന്നു പോവുകയും ചെയ്തു. മകളുടെ വീട്ടിൽ ഏതാനും ദിവസം തങ്ങിയ ശേഷം ഡാർവിനും എമ്മയും തിരികെ ഡൗണിലേക്ക് തന്നെ മടങ്ങി വരുന്നു. 1882 ഫെബ്രുവരി മാസത്തിൽ ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും ഡാർവിനെ നെഞ്ചുവേദന അലട്ടിയിരുന്നു. ഒരു ദിവസം പ്രഭാത സവാരിക്ക് പോയി അല്പനേരം നടന്നപ്പോൾ തന്നെ കഠിനമായ വേദന അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. വീണ്ടും ഒരു കടുത്ത ഹൃദയാഘാതം കൂടി. ഇത്തവണ വീട് വരെ കഷ്ടിച്ച് നടന്ന് തിരിച്ചെത്തി. കിടക്കയിൽ വന്ന് വീണതും അവസ്ഥ വളരെ മോശമായി. വിദഗ്ധരായ ചില ഡോക്ടർമാരെ വീട്ടിൽ വരുത്തി അന്ന് അദ്ദേഹത്തെ പരിശോധിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം വീണ്ടും സുഖം പ്രാപിക്കുന്നുണ്ട്. എന്നാൽ ഏപ്രിൽ 18 രാത്രി വീണ്ടും ഒരു വലിയ ഹൃദയാഘാതം കൂടി വരുന്നു. ഇത്തവണ കിടക്കക്കരിയിൽ ഭാര്യയും മകളുമൊക്കെ ഉണ്ടായിരുന്നു. വേദന കുറയ്ക്കാൻ വേണ്ടി പല മരുന്നുകളും നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഇടയ്ക്കിടെ അദ്ദേഹത്തിന് ബോധക്ഷയമുണ്ടായി. അടുത്ത ദിവസം ഉച്ചയോടെ ഒരിക്കൽ കൂടി അദ്ദേഹം ഉണർന്ന് എമ്മയെ വിളിക്കുന്നു. അടുത്ത മുറിയിൽ വിശ്രമിക്കുകയായിരുന്ന അവർ ഓടിയെത്തുന്നു. അദ്ദേഹത്തെ നിർബന്ധിച്ച് ഒരിറക്ക് വിസ്കി കുടിപ്പിക്കുന്നു. ഒരു നിമിഷ നേരത്തേക്ക് അദ്ദേഹത്തിന് ബോധം വീണ്ടും കിട്ടുന്നു. കണ്ണു തുറന്ന് ഡാർവിൻ അവസാനമായി ഒരു നോക്കുകൂടി തന്റെ പ്രിയ പത്നിയെ നോക്കുന്നു. എന്നാൽ അപ്പോൾ തന്നെ തല ചെരിഞ്ഞ് എമ്മയുടെ കൈകളിലേക്ക് അദ്ദേഹം വീണു മരിക്കുന്നു. 1882 ഏപ്രിൽ 19. മരണസമയം ഉച്ചതിരിഞ്ഞ് 3:30 മണി. ഡൗൺ ഗ്രാമത്തിൽ തന്നെ അദ്ദേഹത്തെ അടക്കണമെന്നായിരുന്നു എമ്മയുടെയും മക്കളുടെയും ആഗ്രഹം. എന്നാൽ അദ്ദേഹത്തിന് പല സഹപ്രവർത്തകരും മുന്നോട്ട് വെച്ചത് മറ്റൊരു നിർദ്ദേശമായിരുന്നു. ന്യൂട്ടനെ പോലെയുള്ള മഹാന്മാരെയും രാജാക്കന്മാരെയും രാജ്ഞികളെയും ഒക്കെ അടക്കിയിട്ടുള്ള വെസ്റ്റ്മിൻസ്റ്റർ അബിയിൽ തന്നെ ഡാർവിനും അന്ത്യവിശ്രമം ഒരുക്കണം. ഈ അഭിപ്രായമായിരുന്നു ഒടുവിൽ സർവ്വസ്വീകാര്യമായത്. ഒടുവിൽ അങ്ങനെ തന്നെ ചെയ്യാൻ തീരുമാനമായി. ഏപ്രിൽ 26 വെസ്റ്റ്മിൻസ്റ്റർ അബിയിൽ ഡാർവിന്റെ സംസ്കാരം നടന്നു. ഹുക്കറും ഹക്സ്ലിയും വാലസും അടക്കമുള്ള പല പ്രമുഖരും അന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. വല്ലാത്തൊരു കഥയുടെ ഈ ഡാർവിൻ ലക്കം നമുക്ക് ഇസ്രായേലിൽ നിന്നുള്ള രസകരമായിട്ടുള്ളൊരു കഥയിൽ അവസാനിപ്പിക്കാം. യെരുശലേമിൽ യശീവ എന്ന പേരിൽ അറിയപ്പെടുന്ന പരമ്പരാഗത യഹൂദ മതപഠന കേന്ദ്രങ്ങളുണ്ട്. മതനിഷ്ഠയിൽ മുഴുകി പുറം ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഇവിടെ വിദ്യാർത്ഥികൾ തോറയിലെ പാഠങ്ങൾ ഉരുവിട്ടുറപ്പിക്കും. പുലർച്ചയ്ക്ക് എഴുന്നേറ്റാൽ തുടങ്ങുന്ന മതപഠനവും സംവാദങ്ങളും ഒക്കെ അവസാനിക്കുന്നത് നേരം ഇരുട്ടിയ ശേഷം മാത്രമാണ്. ആധ്യാത്മിക വചനങ്ങളുടെ ആ അന്യോന്യത്തിൽ ശാസ്ത്രത്തിന് പൊതുവെ പ്രസക്തി കുറവാണ്. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. ഒരു ദിവസം ഒരു യുവജൂത വിദ്യാർത്ഥി ഗുരുവായ റബ്ബിയുടെ അടുക്കൽ ഒരു സംശയവുമായി എത്തുന്നു. നമ്മളിങ്ങനെ രാപ്പകൽ വാതിലടച്ചിരുന്ന് തോറ മാത്രം ഉരുവിട്ട് പഠിച്ചാൽ മതിയോ? ഈ സെമിനാരിയുടെ ചൂരുകൾക്കപ്പുറം ഒരു ലോകമില്ലേ? അവിടെ ശാസ്ത്രം അനുദിനം വളർച്ച നേടുകയാണ്. സാങ്കേതികവിദ്യ ചന്ദ്രനിൽ വരെ മനുഷ്യനെ എത്തിച്ചു കഴിഞ്ഞു. ചാൾസ് ഡാർവിനെ പോലെയുള്ള ശാസ്ത്രജ്ഞർ പറയുന്നത് നമ്മളെ ദൈവം സൃഷ്ടിച്ചതല്ല, മൃഗങ്ങളിൽ നിന്ന് പരിണാമം സംഭവിച്ചുണ്ടായതാണ് നമ്മൾ എന്നാണ്. ഇതൊക്കെ നമ്മുടെ മതം പഠിപ്പിക്കുന്നതിന് എതിരല്ലേ? നമ്മൾ ഇതിനെയൊക്കെ തള്ളിപ്പറയണ്ടേ? ഒരു നിമിഷം നീണ്ടുനിന്ന നിശബ്ദതയ്ക്ക് ശേഷം നേരിയൊരു പുഞ്ചിരിയോടെ ആ റബ്ബി പറഞ്ഞു,
നമ്മൾ രാത്രി 9 മണി വരെ പതിവ് പോലെ തോറ അഭ്യസിക്കും. ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും മനഃപ്പാഠമാക്കും. 9 മണിക്ക് ശേഷം നമ്മൾ ചാൾസ് ഡാർവിൻ്റെ പുസ്തകങ്ങൾ എടുക്കും. പരിണാമത്തിൻ്റെ രഹസ്യങ്ങൾ പഠിക്കും. ഡാർവിനോ, ദൈവചിന്തയെ കശാപ്പ് ചെയ്ത ആ നാസ്തികനോ എന്ന് ശിഷ്യന്റെ അമ്പരപ്പോടെയുള്ള മറുചോദ്യം. അതിനുള്ള റബ്ബിയുടെ മറുപടി ഇങ്ങനെ: ഡാർവിൻ ദൈവചിന്തയെ കശാപ്പൊന്നും ചെയ്തിട്ടില്ല. ദൈവം നമ്മളെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച ടൂളുകൾ എത്ര ഉത്കൃഷ്ടമാണ് എന്ന് നമുക്ക് കാണിച്ചു തരിക മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ആ പ്രക്രിയയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധിയെ ആരാധനയോടെ കാണാനേ അത് നമ്മളെ പ്രേരിപ്പിക്കൂ. മതഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരുന്നാലും ഡാർവിൻ്റെ ശാസ്ത്രഗ്രന്ഥത്തിലാണെങ്കിലും സത്യം സത്യം തന്നെയാണ് മകനെ എന്ന് റബ്ബി പറഞ്ഞു നിർത്തി. റബ്ബി പറഞ്ഞതിൻ്റെ സാരം ഒന്നു മാത്രമാണ്. വിശ്വാസമായാലും ശാസ്ത്രമായാലും രണ്ടും തേടുന്നത് സത്യം ഒന്നിന് മാത്രമാണ്. ജീവിതം എന്ന മഹാത്ഭുതത്തിന് പിന്നിലെ സത്യം. ഡാർവിൻ ഒരായുഷ്കാലത്തെ കഠിന പ്രയത്നം കൊണ്ട് അനാവരണം ചെയ്യാൻ ശ്രമിച്ചതും അതൊന്നു മാത്രമാണ്. ശാസ്ത്രത്തിന് മനുഷ്യപ്രജാതിയുടെ ഉത്ഭവത്തെക്കുറിച്ചോ ജീനുകളുടെ വ്യതിയാനങ്ങളെക്കുറിച്ചോ ഒന്നും യാതൊരു ധാരണയും ഇല്ലാതിരുന്ന കാലത്താണ് പ്രകൃതി നിർദ്ധാരണം, പരിണാമം പോലെയുള്ള വിപ്ലവകരമായ ആശയങ്ങളുമായി ഡാർവിൻ മുന്നോട്ട് വരുന്നത് എന്നിടത്താണ് അദ്ദേഹത്തിന് മഹത്വം. അതുകൊണ്ട് തന്നെ മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ചാൾസ് ഡാർവിൻ എന്ന പേരും അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളും മനുഷ്യധിഷണിയുടെ നഭോമണ്ഡലങ്ങളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കും. മറ്റു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.